സമയം വരെയും തിരുമേനി ഇവിടെ ഉണ്ടായിരുന്നു. അത് നന്ദിയോടെ ഓർക്കുന്നു. ഈ ക്യാമ്പസിൽ തന്നെ വൈകുന്നേരം 4 മണിക്ക് ഒരു പ്രോഗ്രാമും അറ്റൻഡ് ചെയ്ത് ഈവനിങ്ങിലാണ് രാത്രിയോടുകൂടിയാണ് തിരുമേനി ഇവിടെ നിന്ന് പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ്ടും ഇന്ന് ഈ കൺക്ലൂഡിംഗ് സെഷനിൽ തിരുമേനിയുടെ സാന്നിധ്യവും നേതൃത്വവും നമുക്ക് വളരെ അനുഗ്രഹമാണ്. മാർത്തോമാ മെത്രാപ്പോലീത്ത എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള ഒരു ശുശ്രൂഷയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പല ആളുകളും ചോദിക്കുന്നുണ്ട് തിരുമേനിയുടെ ഡേറ്റ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവക്കും തിരുമേനി വന്നപ്പോൾ ചോദിച്ചു. അപ്പം ഞാൻ വീണ്ടും ഓർക്കുകയാണ്, തിരുമേനി ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത അത് ബൈബിൾ സൊസൈറ്റിയുടെ ആണെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. നന്ദിയോടെ ഓർക്കുന്നു. അഭിവന്യ തിരുമേനിയെ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരില് ബൈബിൾ സൊസൈറ്റിയിലെ ഓക്സിലറി കമ്മിറ്റി അംഗങ്ങളുടെ പേരില് അതുപോലെ തന്നെ ഇവിടെ കൂടിയിരുന്ന ഓരോ ലീഡേഴ്സിന്റെയും പേരില് എന്റെ വ്യക്തിപരമായ പേരില് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്ന നേതൃത്വത്തിനും അതുപോലെ തന്നെ തിരുമേനിയുടെ പ്രാർത്ഥനകൾക്കും ആശീർവാദങ്ങളും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൺക്ലൂഡിംഗ് സെഷനിലേക്ക് തിരുമേനിയുടെ സെഷന് ശേഷം സ്നേഹമുള്ള തിരുമേനി ഡെഡിക്കേഷന്റെ ക്ലോസിംഗ് പ്രയറും അതിന്റെ ഒരു കൺക്ലൂഡിംഗ് റിമാർക്സും ഒക്കെ നൽകി നമ്മളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തിരുമേനിയാണ് അയക്കുന്നത്. തിരുമേനി നമ്മോടുകൂടി എത്തിയിരിക്കുന്നു. ഏറ്റവും ആദരവോടുകൂടി തിരുമേനിയെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മധ്യത്തില് ഇന്ന് ഈ കൺക്ലൂഡിംഗ് സെഷന് നേതൃത്വം നൽകാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് റൈറ്റ് റവറൻഡ് കുര്യൻ പീറ്റർ തിരുമേനിയാണ്. ഒരുപക്ഷെ ബൈബിൾ സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധത്തിൽ ഓക്സിലറി ലെവലിലുള്ള പ്രോഗ്രാമിൽ തിരുമേനി ആദ്യമായിട്ടാണ് നമ്മോടുകൂടെ ബിഷപ്പായതിനു ശേഷം പങ്കുകൊള്ളുന്നത്. എന്നാൽ അഭിമന്യ തിരുമേനി ബിഷപ്പായിട്ട് സ്ഥാനാരോഹണ ശുശ്രൂഷ കഴിയുന്നതിന് ശേഷം കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് ആനുവൽ പ്ലാനിംഗ് വർക്ക്ഷോപ്പ് നമുക്ക് എറണാകുളത്ത് മണ്ഡല പ്രസിഡൻസിയിൽ വെച്ച് നടത്തപ്പെട്ടു. നമ്മുടെ ജനറൽ സെക്രട്ടറി മറ്റ് വിവിധ ഓക്സിലറിയിൽ നിന്നുള്ള ഓക്സിലറി സെക്രട്ടറിമാരും ലീഡേഴ്സും ഒക്കെ വന്ന മീറ്റിംഗില് തിരുമേനി കടന്നു വരുവാനും ഒരു സെഷന് നേതൃത്വം നൽകുവാനായിട്ടും ഇടയായത് നന്ദിയോടെ ഓർക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഓക്സിലറി ലെവലില് തിരുമേനി ആദ്യമായി പങ്കെടുക്കുകയും നാഷണൽ ലെവലിലുള്ള ഒരു പ്രോഗ്രാമില് തിരുമേനിയുടെ നേതൃത്വവും സാന്നിധ്യവും നമുക്ക് ലഭിച്ചു. ബൈബിൾ സൊസൈറ്റി എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സ്നേഹമുള്ള കുര്യൻ പീറ്റർ അച്ഛൻ. ഇന്ന് തിരുമേനിയായിട്ട് നമുക്ക് ആ സന്തോഷത്തിന്റെ ഭാഗമാകാനായിട്ട് ഇടയാക്കി. കൊച്ചിയിലെ ഉള്ള വിവിധ സഭകളിലെ കൊച്ചി ഡയസിന്റെ ഭാഗമായിട്ടുള്ളപ്പോഴും CSI നോർത്ത് കേരള മഹായിടവക മലബാർ കൊച്ചിൻ ഡയസിസ് എന്നും 2 ബൈഫർക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നോർത്ത് കേരള മഹായിടവയുടെ ഭാഗമായിരുന്നപ്പോഴും തിരുമേനിയായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ബൈബിൾ സൊസൈറ്റിക്ക് വേണ്ടി ശക്തമായിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രാർത്ഥന മനുഷ്യനാണ്, ദൈവവചന സ്നേഹിയാണ്, ദൈവവചനം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. തിരുമേനിയുടെ സംസാരത്തിലും പ്രസംഗത്തിലും പ്രാർത്ഥനയിലും വാക്കുകളിലും ഒക്കെ അത് വളരെ പ്രകടമാണ്. തിരുമേനി കൊച്ചിയിലുള്ള റീസെന്റ് ബിഷപ്പായിട്ട് വഹിക്കപ്പെടുന്നതിന് മുമ്പ് ഇരുന്ന സഭ വാസ്കോഡിഗാമ സഭയിലെ തിരുമേനി ഇരുന്നപ്പം അവിടെ തിരുമേനി എല്ലാ വർഷത്തും ഞങ്ങൾ പോയി അവിടെ ബൈബിൾ സൺഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയും നല്ലൊരു തുക ഡോർ കളക്ഷൻ ആയിട്ട് തിരുമേനി തന്നെ പറഞ്ഞ 2 സർവീസിന് കളക്ഷൻ എടുത്ത് തന്നുവിട്ടതൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ട് ബൈബിൾ സൊസൈറ്റിയുമായിട്ടും ബൈബിൾ സൊസൈറ്റി കുടുംബത്തിലെ ലീഡേഴ്സുമായിട്ടും ബൈബിൾ സൊസൈറ്റി സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള അടുത്തറിയാവുന്ന ഒരു ബിഷപ്പാണ് തിരുമേനി. അതുകൊണ്ട് തിരുമേനി ബൈബിൾ സൊസൈറ്റിക്ക് ഒരു പുതുമുഖമല്ല, എന്നാൽ ബിഷപ്പായിട്ട് ഒരു പുതുമുഖം തന്നെയാണ്. ഈ കൺക്ലൂഡിംഗ് സെഷനിൽ നമുക്ക് ലഭിച്ചത് വളരെ അനുഗ്രഹമാണ്. ഒത്തിരി തിരക്കേറിയ ശുശ്രൂഷകളിലൂടെ ഈ ദിവസങ്ങളിൽ തിരുമേനിയായിട്ട് വാഴിക്കപ്പെട്ടതിന് ശേഷം ഒത്തിരി തിരക്കേറിയ ശുശ്രൂഷകളുണ്ട്. എങ്കിലും ഈ കാര്യം ഞാൻ തിരുമേനിയോട് കൂടെ ആരോഗ്യം ചോദിച്ച് തിരുമേനിയെ വിളിക്കാനായിട്ട് പറയുകയും അങ്ങനെ ഡേറ്റ് ചോദിച്ചപ്പോൾ ആ ഡേറ്റ് വളരെ നേരത്തെ തന്നെ നോട്ട് ചെയ്ത് വെച്ചു. ഇന്നലെ ഈസ്റ്റ് കേരള മഹായിടവയിലെ കാർഷികോത്സവം ഒക്കെ ആയിട്ടുള്ള ശുശ്രൂഷയിലായിരുന്നു. അതിനുശേഷം വീണ്ടും കടന്നുപോയി. അതിനുശേഷം രാവിലെ യാത്ര ചെയ്ത് നമ്മുടെ മതത്തിലേക്ക് എത്തിച്ചേർന്നു. നല്ലൊരു ഗായകനാണ് തിരുമേനി. നമുക്ക് ഒരു പാട്ട് പാടും, നമ്മളെ ഡെഡിക്കേഷനിലേക്ക് നയിക്കുന്ന ഒരു പാട്ട് പാടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ഗിറ്റാറൊക്കെ തിരുമേനിക്ക് വേണ്ടിയിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് മാനിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. APW വന്നപ്പോൾ തിരുമേനി ഗിറ്റാർ വായിച്ച ഒരു പാട്ട് തിരുമേനി തന്നെ ട്യൂൺ ചെയ്ത് രചിച്ച ഒരു പാട്ട് പാടി ഇവിടെയും ഒരു പാട്ട് പാടുമെന്ന് ഉറപ്പുണ്ട്. ഞങ്ങളുടെ ആ ഒരു കുടുംബബന്ധവും തിരുമേനിയുമായിട്ടുണ്ട്. എന്റെ ഫാദറിലോയും മദറിലോയും എന്റെ വൈഫും ഒക്കെ ആയിട്ട് ചെറുപ്പം മുതലേ അവർക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു ബന്ധവും തമ്മിലുണ്ട്. ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ നമ്മളെ അനുഗ്രഹിക്കാൻ ഈ സപ്തതി ആഘോഷത്തിന്റെ നിറവിൽ നമ്മൾ ഈ ബ്രാൻഡ് ഒഫീഷ്യൽസ് റിട്രീറ്റ് കൊണ്ടാടുമ്പോൾ CSI കൊച്ചി മഹായിടവക അല്പം കൂടെ ഊർജ്ജസ്വലമായിട്ട് ബൈബിൾ സൊസൈറ്റിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാൻ തിരുമേനിയുടെ ലീഡർഷിപ്പ് കൊണ്ട് ഇടയായി തീരും.
എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ മറ്റ് മുഖവരൊന്നുമില്ലാതെ ഏറ്റവും ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി അഭിമന്യ റൈറ്റ് അവർ കുര്യൻ പീറ്റർ തിരുമേനിയെ വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ സെഷനിലേക്ക് ഇൻക്ലൂഡിംഗ് സെഷനിലായിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കില് നമ്മുടെ ഓക്സിലറി സാറുണ്ട്, നാഷണൽ കമ്മിറ്റി അംഗങ്ങളുണ്ട്, ജോർജ് സാറുണ്ട്, മറ്റ് ഓക്സിലറി കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഉണ്ട്, പി വി ചെറിയൻ സാർ ഉൾപ്പെടെ ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന അച്ഛന്മാരുണ്ട്. അതുപോലെ തന്നെ തിരുമേനിയുടെ മെട്രോപൊളിറ്റൻ തിരുമേനിയുടെ ചാപ്റ്ററിനായിട്ട് സേവനം ചെയ്യുന്ന ജസ്റ്റിനസ് എപ്പോഴും തിരുമേനിയുടെ കൂടെ ഓടിയെത്തുകയും ഞങ്ങളുമായിട്ട് പ്രോഗ്രാമുകൾ റെക്കോർഡിംഗ് ചെയ്യുന്നത് റിസർച്ചിനും ജസ്റ്റിനസിനുമാണ്. എല്ലാവരെയും ഓർമ്മ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ സ്നേഹമുള്ള ജസ്റ്റിൻ അച്ഛൻ മുൻപോട്ട് വന്ന് അടുത്ത സെഷന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും. അതിനുശേഷം നമ്മുടെ സെഷന് എടുക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി കുര്യൻ പീറ്റർ തിരുമേനിയെ ക്ഷണിക്കുകയാണ്. അതിനുശേഷം തിരുമേനി ഡെഡിക്കേഷനിലേക്ക് നമ്മളെ നയിക്കുകയും പ്രാർത്ഥനയോടും ആശീർവാദത്തോടുകൂടി 1 മണിക്ക് നമ്മളെ പിരിയാവുന്നതുപോലെ നമ്മളുടെ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ജസ്റ്റിൻ അച്ഛൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് കുര്യൻ പീറ്റർ തിരുമേനി സെഷനിലേക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നൽകപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകുന്ന വരദാനമാണല്ലോ. നിന്റെ നിയോഗം അനുസരിച്ച് നിന്റെ ദൗത്യ മേഖലകളിൽ വിശ്വസ്തയോടെ വേല ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ദൈവമേ നീ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുവാനാകുന്നു. പ്രത്യേക വ്യത്യസ്ത ഇടങ്ങളിലായിരുന്ന ശുശ്രൂഷ മേഖലകളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് ഈ 2 ദിവസക്കാലം ഇവിടെ വന്ന് ചെലവഴിക്കുവാനായി, നിന്റെ വചനം ധ്യാനിക്കുവാനായി ഒരിക്കൽ കൂടെ രൂപാന്തരപ്പെട്ട് ഇവിടെ നിന്ന് മടങ്ങി പുതു ശക്തി പ്രാപിച്ചുകൊണ്ട് നീ ഞങ്ങളെ അയക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തയോടെ വേല ചെയ്യുവാൻ ഞങ്ങളെ ശക്തീകരിക്കുവാനാണ്. പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുവാനാണ്. ഇതിന് നേതൃത്വം നൽകുന്ന ഏവരെയും സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന പിതാക്കന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹൃദയങ്ങളുടെ കൂടി വന്നിരിക്കുന്ന ഏവരെയും നീ അഭിഷേകം ചെയ്യുമാറാകണമേ, നീ ബലപ്പെടുത്തുമാറാകണമേ. അവരുടെ എല്ലാ മേഖലകളിലും, അവരുടെ കുടുംബ ജീവിതത്തിലും, അവരായിരിക്കുന്ന ശുശ്രൂഷ മേഖലകളിലെല്ലാം ശക്തി പ്രാപിച്ചുകൊണ്ട് എപ്പോഴും നിന്നെ ധ്യാനിച്ചുകൊണ്ട് വിശ്വസ്തയോടെ ആയിരിക്കുവാനായിട്ട് അവർക്ക് പുതുബലം കൊടുത്ത് അനുഗ്രഹിച്ചാണ്. ഞങ്ങൾ ആരും ഈ നിയോഗ വഴികളിൽ വീണുപോകുന്നവരാകരുത്. അപ്പൊ നിത്യതയോളം നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കായിരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇട നൽകുമാറാകുന്നു. ഇനി നടക്കുന്ന സമാപന ശുശ്രൂഷകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്ദേശം നൽകുവാനായിട്ട് തിരികുന്നതിനുമാർക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കുമാറാകുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. സ്വർഗത്തിലെന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്ന സ്വർഗീയ വചനമാവുന്ന സ്ഥാപന നാമത്തിൽ നിങ്ങളാണ് സ്നേഹവന്ദനം. ഈ യോഗ അധ്യക്ഷനും നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റും സുറിയാനി സഭയുടെ മെത്രാപ്പോലീത്തയായിരിക്കുന്ന തിയോഡോഷ്യസ് തിരുമേനി, കേരള ഓക്സിലറിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ജേക്കബ് ആന്റണി അച്ഛൻ, റീജിയണൽ തലത്തിലും അതുപോലെ യൂണിറ്റ് തലങ്ങളിലൊക്കെ ലീഡർഷിപ്പ് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ബൈബിൾ സൊസൈറ്റിയുടെ വിവിധ ഭാരവാഹികൾ, പ്രവർത്തകർ, കടന്നു വന്നിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, യുവാക്കന്മാരെ, വളരെ സന്തോഷമുണ്ട്. സാധാരണ ഈ വാക്കിൽ കൊടുക്കി എന്ന് പറയുന്ന പോലെ പാട്ടിൽ കൊടുക്കുന്ന അച്ഛനാണ് ജേക്കബ് ആന്റണി അച്ഛൻ. അവിടെ പോയാൽ ഞാനിന്ന് ഒതുങ്ങിയിരിക്കാതെ വിചാരിച്ച് ഗീറ്റാറൊക്കെ ഇട്ടത്
Thank you, Achan, for your kind introductions and welcome. ദൈവം വളരെ പ്രോജ്വലമായ ശുശ്രൂഷകൾ കാഴ്ചവെക്കുന്ന ദൈവജനത്തിന്റെ നടുവിലേക്ക് ഒരു പ്രാവശ്യം വരുവാനായിട്ട് കയറി സന്തോഷം. ദൈവത്തിന്റെ ഹൃദയത്തോട്, ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷയാണ് ദൈവവചന വിളംബരം. അതിന്റെ ഭാഗമായി കർത്താവിന്റെ സുവിശേഷ ആജ്ഞ എല്ലാ ശിഷ്യർക്കും ലഭിച്ചിട്ടുണ്ട്. Go and preach the good news. And going is a movement. വളരെ ചലനാത്മകമായ ശുശ്രൂഷയാണ്. ദൈവത്തിനായി പ്രഘോഷത്തിനായിട്ട് ദൈവത്തെ ഒരുക്കുന്ന ശുശ്രൂഷ. അതുപോലെ തന്നെ preaching so powerful and authentic. കുറവുകളില്ലാതെ തികഞ്ഞ പൂർണ്ണതയിൽ ദൈവജനത്തിന്റെ കരങ്ങളിൽ എത്തിക്കുന്ന അത്യുത്തമമായ ശ്രദ്ധാപൂർവമായ വളരെ കമ്മിറ്റ്മെന്റ് വേണ്ട ശുശ്രൂഷയും കൂടെയാണ് ബൈബിൾ സൊസൈറ്റി ദീർഘ വർഷങ്ങളായിട്ട് നിർവഹിച്ചത്. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും വെളിച്ചം വീശുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തില് ആ കാലഘട്ടങ്ങളിൽ വളരെ വിരളമായി മാത്രം ലഭ്യമായിരുന്ന ദൈവവചന പ്രതികൾ നമുക്കറിയാവുന്ന ഭാഷയിൽ നമുക്ക് എഴുതി തരാനും തർജ്ജമ ചെയ്യാനും അതോടൊപ്പം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ദൈവവചനത്തെ ജനങ്ങളിൽ എത്താൻ ജനലക്ഷങ്ങളെ സഹായിച്ച ഒരു വലിയ പ്രസ്ഥാനം തന്നെയാണ് ബൈബിൾ സൊസൈറ്റി. അതുകൊണ്ട് ബൈബിൾ സൊസൈറ്റി ചേർന്ന് പ്രവർത്തിച്ച ഓർഗനൈസേഷൻ വിട്ടുപോയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കാരണം പ്രതിഫലേച്ഛകളില്ലാതെ വിവിധ സഭാ വിഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വളരെ ക്യൂബിനിക്കൽ എൻഡുകളാണ് ഓരോ നാളുകളിലും ഓരോ ജനറൽ സെക്രട്ടറിമാരുടെയും നേതൃത്വത്തിൽ, അതുപോലെ ഓക്സിലറി സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ഭാരത ജനതയ്ക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. ഒരു നഷ്ടത്തിലേക്ക് പോയ കാര്യമൊന്നും അധികം കേൾക്കാറില്ല. കാരണം എല്ലാ വിശ്വാസികളും എന്നോട് ചേർത്ത് വയ്ക്കുന്ന ദൈവവചനം അത് ലോകാനുഗ്രഹമാണ്, സൗഖ്യമാണ്, രൂപാന്തരമാണ്, അത്ഭുതമാണ്. ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമാണ്. ഒരു രാജാവ് വേദപുസ്തക വിരോധിയായിരുന്നപ്പോൾ എല്ലാ ലഭ്യമായിരുന്ന വേദപുസ്തകങ്ങളൊക്കെ കത്തിച്ചു കളയാൻ നോക്കി. അദ്ദേഹം കത്താതെ കിടക്കുന്ന ഏതാനും ഭാഗങ്ങൾ കണ്ടപ്പോൾ അത് കോലെടുത്ത് തീയിലോട്ട് ഇടാൻ ശ്രമിച്ചു. വീണ്ടും കത്താതെ ഒന്ന് പുറത്തോട്ടെടുത്ത് മുറി ചെറുതാക്കി ഒന്ന് അടർത്തി തീയിലിടാനായിട്ട് ശ്രമിക്കുമ്പോൾ ചില വാക്കുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട് അത് കയ്യിൽ വെച്ചു. ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. രാത്രി മുഴുവൻ അത് വായിച്ചു. വെളുക്കാറാകുന്നത് വായിക്കേണ്ടി വന്നു. ആ പ്രഭാതമായപ്പോൾ അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയായി മാറി. ദൈവങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തി ജീവിതങ്ങളെ സ്പർശിക്കും. വിശുദ്ധമായ സുവിശേഷം 11-ാം അധ്യായം 3 മുതൽ 6 വാക്യങ്ങളൊന്ന് വായിക്കാൻ കഴിയുകയാണ്. Matthew's Gospel chapter 12 verses 3 to 4. അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത്? അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അല്ല, ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നെങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? Haven't you read? നിങ്ങൾ വായിച്ചിട്ടില്ലയോ? കോട്ടയം പട്ടണത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ആർക്കും
ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഒരു വലിയ ഒരു ബോർഡിലെ ഒരു ചോദ്യം. എന്താണത്? ചെറുപ്പം മുതലേ ഞാനത് കാണുന്നതാണ്. എന്റെ ഞങ്ങളുടെ പപ്പായും മമ്മിയെ കൊണ്ടേ ഇത്രയും വലുപ്പത്തിൽ എഴുതണമോ എന്ന് ചിന്തിച്ചു. അത് കണ്ണിൽപ്പെടാതെ പോകത്തില്ല. ആ ചോദ്യം നമ്മളോട് ഇന്ന് ചോദിക്കും. ഈ ചോദ്യം ആരോടാണ് ചോദിച്ചത്? കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ വായിച്ചിട്ടില്ലയോ സ്ക്രൈബ്സ് ആൻഡ് ഫാരിസീസ്, പരീശന്മാരും ശാസ്ത്രിമാരുടെ സമൂഹം, അവര് well versed in reading, authentically learning, going into the depths of the word, ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നിരുന്നവരാണ്. വചനം വായിക്കാത്തവരോ അറിയാത്തവരല്ല. പള്ളി വ്യത്യാസം വന്നാൽ ചോദ്യം ചെയ്യുന്നവർ, കുത്തുകോമ നോക്കുന്നവർ. നമ്മളിൽ പലരും ബൈബിൾ ട്രാൻസ്ലേഷനൊക്കെ ഇരിക്കുമ്പോൾ എത്ര നോക്കിയാലും സാധനം പബ്ലിഷ് ചെയ്താലും പോരായ്മകളൊക്കെ. ദൈവജനം പൂർണ്ണമാണ്. എന്നാലും മനുഷ്യർ ദൈവ നിയോഗം ലഭിച്ചിട്ട് സംസാരിച്ചതെന്ന് വചനം പറയുമ്പോൾ മനുഷ്യന്റെ കുറച്ച് പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നല്ല. അതിന്റെ ചെറിയ ചെറിയ അപാകതകൾ എഴുത്തിലോ അതിന്റെ മട്ടിലോ ഭാവങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇവര് അതുപോലെ സമ്മതിക്കത്തില്ല. വിശേഷമായ പദങ്ങൾ അന്വേഷിക്കും. ആളുകളൊക്കെ എത്ര പ്രാവശ്യം ഇരുവഴുത്തില് അവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എണ്ണും. ഏറ്റവും നടുവിൽ ഉള്ള അധ്യായം ഏതാണ്, വാക്യം ഏതാണ്, നടുവിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിത്വം ഏതാണ്, സസൂക്ഷ്മം സശ്രദ്ധം വീക്ഷിക്കുകയും അത് പഠിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരോടാണ് യേശു ചോദിക്കുന്നത്, നിങ്ങൾ വായിച്ചിട്ടില്ലയോ? Haven't you read? And these were the people who diligently who are reading diligently, searching into the meanings, roots of the scriptures. ന്യായപ്രമാണത്തെ കുറിച്ച് സംബന്ധിക്കുന്ന ഒരു ആക്ഷേപം, ഒരു ചോദ്യമാണ് ഇവർ യേശുവിനോട് ചോദിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പശ്ചാത്തലം ആ അധ്യായത്തിൽ തന്നെയുണ്ട്. 12-ാം ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടെ കടന്നു. അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു. പരീശന്മാർ അത് കണ്ടിട്ട് ശബത്തിൽ വിഹിതമല്ലാത്തതിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഭാഗത്തിലേക്ക് വരുന്നത്. അവരുടെ മറുപടിയായി യേശു ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ശിഷ്യന്മാർ ചെയ്യരുതാത്ത ചെയ്തു, അതും ശബത്ത് ദിനത്തിൽ. ഇറ്റ്സ് എ വെരി റോങ് തിങ്. അത് തെറ്റായ കാര്യം തന്നെയാണ്. അത് പരീശന്മാരെ സംബന്ധിച്ചോളം വെറുതെ ഒരു നെൽപ്പണിയോ കതിരോ പറിച്ചതിന്റെ തോടുകൾ അതിന്റെ ഉള്ളിൽ കഴിക്കുന്ന ഇത് മാത്രമല്ല, അവരെ സംബന്ധിച്ചോളം അത് വലിയ ഒരു പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ ഉഴുതു മറിച്ച് ഉണ്ടാക്കിയതിനെ ഭക്ഷണമാക്കി രൂപാന്തരപ്പെടുന്ന പോലെ അത്രയും വലിയ അർത്ഥം കൊടുക്കുന്നത് ചെറിയ കാര്യമാണ്, വലിയ തെറ്റാണ്. യേശു സാധാരണ ആരോടും യുദ്ധത്തിന് പോകാറില്ല, സംഭാഷണത്തിലും വാക്കിലും പ്രവർത്തിലൊന്നും. പക്ഷേ അവനെ കൊടുക്കാനായിട്ട് നോക്കിയാൽ ആരവനെ കൊടുക്കാൻ നോക്കുന്നു ആ വലയിൽ അവരെ അത് അവർക്ക് കിണിയായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ്
വായിച്ചിട്ടില്ലയോ? That's not a fair question to ask. അവരോട്, പഠിച്ചവരോട്, ജ്ഞാനികളോട്, വചനം നന്നായിട്ട് മനസ്സിലാക്കി അരച്ച് കലക്കിയവരോട്, ദീർഘ തവണ വായിച്ചിട്ടുള്ളവരോട്, എല്ലാം വിശദമായും ക്രിട്ടിക്കലായും ചിന്തിക്കുന്നവരോട് അമ്പരപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ചോദിച്ചു, ഈ ഭാഗത്തിൽ തന്നെ യേശു വീണ്ടും വീണ്ടും ചോദിക്കും, നിങ്ങൾ വായിച്ചിട്ടില്ല? 6-ാം വാക്യത്തിലുണ്ട്, you haven't read because you haven't concentrated. Your eyes have gone over the words. പരിപൂർണമായി വായിച്ചു. You mark the letters. എന്തൊക്കെ കുറവുണ്ടെല്ലാം നോക്കി. But you lost the spirit of the word. നിങ്ങൾക്ക് അക്ഷരത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആത്മാവിനെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. പലപ്പോഴും പ്രിയമുള്ള ദൈവമക്കൾ, വചനം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ഒരു കുറവില്ല. വചനത്തോട് വചനം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് പലർക്കും കാണാൻ പാടും. പക്ഷേ എന്നെ വായിക്കുന്ന പുസ്തകമാണോ? The only book that reads us. We read many books. തിരുമേനിയുടെ ആത്മകഥ എനിക്ക് തന്നിട്ടുണ്ട്, വായിച്ച് തുടങ്ങുന്നത്. We read many books. ലൈബ്രറിക്ക് കുറവില്ല, ലഭിക്കുന്ന സന്ദേശങ്ങൾക്കും കുറവുകളൊന്നും. പക്ഷേ are we allowing the word of God to read us? നമ്മളെ തന്നെ വായിക്കാൻ, നമ്മൾ ആരാണെന്നറിയാൻ, ദൈവജനമായ നാടിന് മുൻപാകെ നിൽക്കാൻ, രഹസ്യത്തിലും പരസ്യത്തിലും ദൈവജനവുമായിട്ട് താരതമ്യപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ പ്രസംഗങ്ങളിൽ വചനത്തിലുള്ള സ്ഥാനം എന്താ? പ്രസംഗങ്ങളിൽ വചനത്തിലുള്ള സ്ഥാനം എന്താ? What new life we receive from each and every hearing. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ കേട്ടത് വിസ്മരിച്ച് പുതിയത് സ്വീകരിക്കുന്നതല്ല, പക്ഷേ നമ്മൾ അതിനെ മനനം ചെയ്യാൻ നമ്മളെ ഇടയാകുന്നു. നമ്മുടെ അന്ധകാരം നിറഞ്ഞ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വെളിച്ചമായി ദൈവത്തിന് പ്രവേശനമുണ്ടോ? ആദ്യത്തെ വചനം എന്താണ് ബൈബിളിൽ? ദൈവത്തിന്റെ ഫസ്റ്റ് വേർഡ്, ഗോഡ് അറ്റേർഡ്. ദൈവം ഉച്ചരിച്ച ആദ്യത്തെ വാക്കെന്താ എന്ന് ബൈബിൾ രേഖപ്പെടുന്നു? വെളിച്ചം. ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചെന്നുള്ളത് നമുക്ക് എഴുതിയില്ല, പക്ഷെ ദൈവം സംസാരിച്ചു എന്ന് പറയുന്ന കാര്യം വെളിച്ചം. He himself is, making us know that he is really existing. It's not that അപ്പോണ്ടായതല്ല, നിങ്ങളിൽ വെളിച്ചമുണ്ട, ലോകത്ത് വെളിച്ചമുണ്ട. ആ വെളിച്ചം തന്നെ സൂര്യൻ ചന്ദ്രനല്ല. സൂര്യൻ ചന്ദ്രനൊക്കെ പറ്റിയ ഒരു ദിവസമായിരുന്നു, കുറച്ചുകൂടെ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ, 4-ാം ദിവസം ആണോ? ദിവസം വായിച്ചോ? അതിനൊക്കെ വെളിച്ചമുണ്ട്. ദൈവം ദിവ എന്ന വാക്ക് തന്നെ വെളിച്ചെന്നാണ്. വിദ്യാഭ്യാസം, വിത്ത്, അതും വിളക്കാണ്. തിരിച്ചറിവുകളിലേക്കും ഉണ്മയിലേക്കും നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തിലേക്കും നമ്മളെ വളർത്തേണ്ടത് വെളിച്ചമാണ്. നമുക്കറിയാം, ഏലി പുരോഹിതന്റെ കാലത്ത് അധികം ദർശനങ്ങളും ഒന്നും ഇല്ലാതിരുന്ന സമയം, അയൽപ്പാടുകളേറെ ഇല്ലാതിരുന്ന പ്രമാണമൊക്കെ ഉണ്ട്, സംഗീതത്തിലുണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ പഴയ നിയമത്തിന്റെ പല ഭാഗങ്ങളും കാണാപ്പാടൊക്കെ അറിയാം. പക്ഷെ അരണ്ടു പോകുന്ന വെളിച്ചത്തിൽ കഴിഞ്ഞവർ
കരിന്തിരി കത്തുന്ന ഒരു സമാഗമന കൂടാണ്. ദേവാലയമായിട്ടില്ല. അപ്പോൾ വിളക്ക് കെട്ടുപോകുന്നതിന് മുമ്പ് പോയി കിടക്കുന്നവർ അതാണ് നമുക്ക് കാണാൻ സാധിക്കും. കത്തീഡ്രലിലെ വിളക്ക് അണഞ്ഞു പോയ, അല്ലെങ്കിൽ ആ വിളക്ക് കെട്ടുപോയ കത്തീഡ്രൽ മുഴുവനും ഇരുട്ടിലായി പോകും. നമുക്ക് എന്താ വിളിച്ചു കൊടുക്കാണ്? ദേവാലയം എന്ന് പറയുമ്പോൾ, കത്തീഡ്രൽ എന്ന് പറയുമ്പോൾ, മഹായിടകം എന്ന് പറയുമ്പോൾ, ഭദ്രാസനം എന്ന് പറയുമ്പോൾ, സഭ എന്ന് പറയുമ്പോഴൊക്കെ ലോകത്തിന് എന്ത് വെളിച്ചമാണ് കൊടുക്കാൻ സാധിക്കും. And this prophet, our priest Eli, had no sight. അവന്റെ കണ്ണ് വാങ്ങിപ്പോയിരുന്നു. ചുറ്റുപാടുകൾ കാണാനും കേൾക്കാനും മനസ്സിലാക്കാൻ ഒരു ചെവിയും മറ്റും ഒന്നമായി പോയി എന്ന് പറയും. ഫിസിക്കൽ ഡിസബിലിറ്റി അല്ല, മാത്രമല്ല, ദൈവശബ്ദം കേട്ടിട്ട് പോലും കേട്ടിട്ട് പോലും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും രൂപാന്തരപ്പെടാനും തിരിച്ചറിയാനുള്ള കഴിവുകൾ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായി ഇവരൊക്കെ നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. No light in the tabernacle. ദേവാലയ സമുച്ചയങ്ങളുണ്ട്, വെളിച്ചമുണ്ടോ? No dreams, no visions. Many of the ministers, pastors are burnt out. പല ആളുകളും കരിന്തിരികത്തെ തന്നെയാണ് ചെയ്യുന്നത്. യഥാർത്ഥമായ ഒരു സന്തോഷം എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിയും? നമുക്ക് നമ്മുടെ സഭയിൽ സന്ദേശമില്ലായെങ്കിൽ, വചനമില്ലായെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ജനവും പോകും. വചനം കേൾക്കാനാണ് ജനം വരുന്നത്. പലരും വാച്ചിലേക്ക് നോക്കുന്നപ്പോഴാണ്. വേറെ എത്ര കലാപരിപാടികളുണ്ടെങ്കിൽ ഒരു മടിയും ജനത്തിനില്ല. നമ്മളെ ആരോഗ്യവും മടുപ്പിക്കും, കണ്ണുകളെ കുരുടാക്കും, ഹൃദയവിശാലതയില്ലാതായി. ഇതൊക്കെ ഞങ്ങൾ എത്ര തവണ കേട്ടിട്ടുണ്ടെന്നുള്ള ആവർത്തന വിരസതയോടെ നാം ദൈവത്തിന് മുമ്പാകെ ഇരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവങ്ങളിൽ പല അച്ഛന്മാരും ഞങ്ങളുടെ കോൺഫറൻസിൽ പറയാം, മടുത്തു, എന്തെങ്കിലും പുതിയതൊക്കെ ചെയ്യാൻ കാര്യം നല്ലത്. പക്ഷേ നമ്മളൊരു സ്ഥലത്ത് യാത്രയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സൊസൈറ്റി എത്ര വളർന്നു എന്ന് നമുക്കറിയാല്ലേ. ചരിത്രത്തിലൂടെയും നൂറ്റാണ്ടുകളിലൂടെയും അത് വളരട്ടെ. ദൈവജനം കുറച്ച് ബൈബിൾ കൂടുതൽ വിറ്റ് അതിന്റെ കണക്കെഴുതുന്നില്ല. ദൈവവചനത്തിന്റെ ക്ഷാളനം നമ്മുടെയൊക്കെ ജീവിതത്തില് ധന്യവും അനുഗ്രഹീതവും സഭയെയും സമൂഹത്തെയും രൂപാന്തരപ്പെടുന്ന ചാലകശക്തിയുമായി രണ്ടാം വാക്യം, വചനം എന്ന മായമില്ലാത്ത മായം ചേർക്കാതെ വചനം പറയണം. അവരവരുടെ ഇഷ്ടത്തിനല്ല വചനം, അങ്ങോട്ട് അർത്ഥം കൊടുക്കുന്നതല്ല വചനം. വചനത്തിന് അതിന്റെ മർമ്മമുണ്ട്, അതിന് സ്ഥാനമുണ്ട്, സ്ഥലമുണ്ട്, സംസ്കാരമുണ്ട്. ആ വചനമാണ് നമ്മളുടെ കയ്യിൽ രൂപാന്തരപ്പെടുന്നു പറയാൻ പറ്റത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹാവ് യു റെഡ്? നമ്മൾ വായിച്ചിട്ടില്ലയോ? വായിക്കുന്നത് എന്തിനു വേണ്ടി? മയമില്ലാത്ത പാല് പ്യൂരിറ്റി ഓഫ് ദി വേർഡ് ആണ്. എല്ലാവരെയും ഒരേ ദൈവത്തിന്റെ കീഴിൽ കൊണ്ടാണ് ശ്രമമാണ് ബൈബിൾ സൊസൈറ്റി. ഒരേ പരിഭാഷ എല്ലാവരും ബൈബിൾ കൈയെടുത്ത് വിളിച്ചു. പ്യൂരിറ്റി ഓഫ് ദി വേർഡ്, അതിനെല്ലാവരെയും ഉൾക്കൊള്ളണം. വലിപ്പച്ചെപ്പമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ, സംസ്കാര പാരമ്പര്യ വ്യത്യാസങ്ങളില്ലാതെ യേശുവിന്റെ സ്നേഹത്തിൽ അണിനിരക്കാൻ എനിക്കും നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതാണ്
ദൈവജനത്തിന്റെ സ്വാധീനം, the purity of the word and its nourishing resourcefulness നമ്മളെ വളർത്താൻ, അത് പാല് കുടിച്ച് വെറുതെ വയറെടുക്കണമെന്നുള്ളത് ദൈവജനത്തിൽ വേരൂന്നി വളരുന്നില്ല എങ്കിൽ ക്രിസ്തു ഹൃദയത്തിനത് വളരെ ദുഃഖകരമായ അനുഭവമാണ്. 5 ലഭിച്ചു 10 ആക്കണം, 2 ലഭിച്ച് 4 ആക്കണം. ചിലർ പറയാം എനിക്കൊന്നും ലഭിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് കഠിന ഹൃദയത്തോടെ ഇരിക്കുവാനുള്ള നമ്മൾ വാചനം എത്ര തരത്തിലാണ് ബൈബിൾ കയ്യിലിരിക്കുന്നില്ലേ? എത്ര വേർഷൻസ് മലയാളത്തിൽ തന്നെ ഇപ്പൊ പലതും. ആളുകളെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്നാണ് നമ്മൾ എങ്ങനെ ഏതൊക്കെ തരത്തിൽ ഇതിന്റെ വിപണന സാഹചര്യ സാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ടും ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഇല്ലെന്നില്ല, നല്ലത് തന്നെ. പക്ഷെ ഇതിന്റെയൊക്കെ അധികമായ ഇന്റന്റ്, ലക്ഷ്യം, ഉദ്ദേശം നമ്മുടെ പല വേദ വായനകളും ഉപരിപ്ലവ അല്ലെങ്കിൽ പുറമേയുള്ള വായനകളാണ്. ചിലര് സ്ഥിരമായി പലതവണ വായിച്ചിട്ടുണ്ട്. എന്നാൽ അത് ജീവിതത്തിൽ പരിവർത്തനം ഉളവാക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് ചോദിക്കേണ്ട ആവശ്യം. പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്ന അനുഗ്രഹീതരാണ്. കാരണം യു ഹാവ് എ വേർഡ് which is a written word that stands in witness to the word. ഉയരങ്ങളിലുള്ള സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന എന്നേക്ക് സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവജനത്തിന്റെ കരങ്ങളിൽ എഴുതപ്പെട്ട വചനമാണ്. This word, written word, stands in witness to the word. സ്വർഗീയ വചനമാണ് യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന എഴുതപ്പെട്ടവർ. അതുകൊണ്ട് വലിയ ഒരു പദവിയിലാണ് നാം ക്രിസ്തുവിനെ കന്യാമറിയാം ഈ ലോകത്തിലേക്ക് സ്വീകരിക്കാൻ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആ സമർപ്പണം എന്താ സംഭവിക്കാൻ പോകുന്നത്? ആഗ്രഹത്തിലൂടെ വാളും സന്തോഷത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അറിയുമ്പോൾ എല്ലാവർക്കും സെലിബ്രേഷൻസ് ഉള്ളപ്പോൾ വേദനാദരമായ അനുഭവത്തിലൂടെ വചനത്തെ കൈക്കൊണ്ടും വചനം ജഡമായി കൃപയും സത്യവും നമ്മുടെ ഇടയിൽ ഒരു വ്യക്തി അതിനുവേണ്ടി ഒരുങ്ങി അല്ലെങ്കിൽ ഒരുക്കപ്പെട്ടു, ദൈവം നിയോഗിച്ചു. നമ്മളെല്ലാവരും അങ്ങനെയുള്ള വ്യക്തികൾ. വചനം കൈ തന്നേക്കാം. വചനം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമായി വചനത്തെ എഴുതണം. We must understand and assimilate. സംശയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇന്നർ റീഡിംഗ് എന്നുള്ളത്. പുറമേയുള്ള കാഴ്ചയിലുള്ള വായന മാത്രമല്ല, അകമയുള്ള വായന ഉണ്ട്. പുറമേയുള്ള യഹൂദനല്ല, അകമയുള്ള യഹൂദൻ എന്ന് പറയുന്ന പോലെ നമ്മൾ ക്രിസ്ത്യാനിയെ പറ്റി ഒന്ന് പറയുക. ഏറ്റവും ജെനുവിൻ റീഡിംഗ്, അതല്ലെങ്കിൽ അതൊരു മെക്കാനിക്കൽ എക്സസൈസ്. നമ്മൾ ചെയ്തെല്ലാം ഇന്റലക്ച്വൽ ജിംനാസ്റ്റിക്സ് എന്നാണ് പറയാം. അതുകൊണ്ട് word must always become an event. വചനം എപ്പോഴും സംഭവമായി തീരണം. ഇങ്ങനെ വചനം സംഭവമായി തീരണം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ വെളിച്ചമുണ്ടായി, സംശയമൊന്നുമില്ല. Jesus said, I am the bread of life. He was actually giving, feeding them. multitude. ആയിരക്കണക്കിന് ആളുകളെ പോഷിപ്പിക്കാനാണ് ഞാൻ ബ്രെഡ് ആണെന്ന് പറഞ്ഞ സാധിച്ചു. ലൈഫ് ആൻഡ് റിസറക്ഷൻ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനാഥം സംഭവിച്ചു.
പറഞ്ഞിട്ട് പോയില്ല. He was actually raising people from dead. മരിച്ചവരുടെ പേരിൽ ഉയർപ്പിച്ച് കാണിച്ചു കൊടുത്തു. പലരും വിശുദ്ധമായ സയൻസിലുണ്ടല്ലോ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് യേശു പറഞ്ഞപ്പോൾ പിറവിയിലെ ഗുരുടനായിരുന്ന മനുഷ്യന് കാഴ്ച നൽകി. That is the authenticity of the word. അതാണ് ഇവൻ മറ്റുള്ളവരെ പോലെ അല്ല സംസാരിക്കുന്നത്. എങ്ങനെ സംസാരിക്കുന്നു? അധികാരമുള്ളവനായിട്ടത്രേ. ഇവന് ഈ പ്രാവീണ്യം എവിടുന്ന്? ഇവന്റെ അച്ഛന്റെ മകനല്ലേ? ഇവന് വിദ്യാഭ്യാസമുണ്ടോ? അപ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞപ്പോൾ ഗുരുവിന്റെ കാഴ്ച കൊടുക്കാൻ യേശു സാധിച്ചതാണ് അവരുടെ ആധികാരികത. മറ്റുള്ള ലീഡേഴ്സിനെ പോലെയല്ല. ഈ ഒരു ആധികാരികമായിട്ടാണ് ദൈവം നിങ്ങളെയും എന്നെയും ഈ ബൈബിൾ സൊസൈറ്റിയുടെ വ്യത്യസ്തമായ മേഖലകളില് വിശ്വസിച്ച് ചില കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. Word of God is like a seed planted. മണ്ണിലോട്ട് നമ്മൾ സീഡ് ഇടുമ്പോൾ നമ്മുടെ കയ്യിലൊരു ഷേപ്പ് ഉണ്ട്, അങ്ങോട്ട് ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്തിന് വൈകുന്നേരം നമ്മൾ മാന്തി നോക്കുമോ? ഇല്ല. അവിടെ ഇരിക്കട്ടെ. 1-2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ എന്താ ഒരു പുതിയ നാമ്പ് വരും പുറത്തേക്ക്. അതൊന്നും നമ്മൾ ഒഴിച്ചിട്ട് വെറും മണിയാണ്, സീഡാണ്. പക്ഷേ ആ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഹിസ്റ്ററി, അതാണ് ഹിസ്റ്ററി. കാത്തിരിക്കും. God is going to do something miraculously. അത്ഭുതകരമായി ദൈവം ഇതാ എന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും സഭയിലും സമൂഹത്തിലും എന്തൊക്കെ ചെയ്യാനായി നമ്മൾ തിരിച്ചറിയുക, പ്രാർത്ഥിക്കുക. സമയത്തും അസമയത്തും, ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ ഒരുങ്ങിയിരിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ പറയുന്നു ആ ദൈവാലയത്തിന്റെ കാര്യം 6-7 വാക്യം. എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഉണ്ട് എന്ന് പറയുന്നു. ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. He is greater than the temple. Word of God is greater than everything. അപ്പോൾ ലഭിച്ചിരിക്കുന്ന സൗജന്യമായ ഈ ബൈബിൾ ഉണ്ടല്ലോ. ഈ ബൈബിൾ ഉണ്ടാകുന്നതിന് മുമ്പ് സുവിശേഷം ഉണ്ടായിരുന്നു. എഴുതപ്പെട്ട വചനം വരുന്നതിന് മുമ്പ് ഇവിടെ വചനത്തിലുണ്ട്. ആമൊഴിയായി ശിഷ്യരിലൂടെ പകരപ്പെട്ട ദൈവം. അതുകൊണ്ടാണ് ഈ 4 സുവിശേഷത്തിന് ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കും. 4 പേർക്കും ഒരേ കാഴ്ചപ്പാട് ആയിരിക്കണമെന്നില്ല. യേശുവിനെ കണ്ടത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും, പല വഴിത്താരകളിലായിരിക്കും, ചിലപ്പോൾ കടൽ തീരത്തായിരിക്കും, വഴിയരികിലായിരിക്കും. എനിക്ക് യേശുവാനാണെന്ന് അവർ പറഞ്ഞോട്ടെ. അല്ലാതെ എവിടെയെങ്കിലും ഇറക്കി തന്നല്ല നമ്മുടെ ദൈവവചനം. അതിന്റെ കാലോലികമായ പ്രയാണത്തിൽ ഇത്ര നാളുകൾ ഭാരപ്പെട്ടും ശ്രദ്ധയോടെ പരിചരിച്ചതിനും ഫലമായിട്ട് കൂട്ടിച്ചേർത്തായിട്ടുള്ള ബിബ്ലിയ പുസ്തകങ്ങൾ, അതെല്ലാം നമ്മുടെ കരങ്ങളിൽ സമഗ്രമായി തീരുമ്പോൾ അതിന്റെ പിന്നിൽ പ്രയത്നിച്ച കരങ്ങളെ നമുക്ക് വിസ്മരിക്കാൻ കഴിയും. തർജ്ജമ ചെയ്ത വലിയ വിശ്വമാരെ നമുക്ക് മറക്കാൻ കഴിയും. ഇതിനെ സൂക്ഷിച്ചു വെച്ച ആളികോലുകളും പാച്ച്മെന്റ്സ്, മൃഗത്തിന്റെ ഓരോ അല്ലെങ്കിൽ പാപ്പിറസ് പോലെയുള്ള സസ്യം നിന്നുണ്ടാകുന്ന അന്നത്തെ രീതിയിലുള്ള കടലാസോ ഇതൊക്കെ സൂക്ഷിച്ചും പ്രതിയെഴുതിയും കോപ്പി ചെയ്തും ഇതിനെ കുടങ്ങളിൽ സൂക്ഷിച്ചും വെച്ച കാലഘട്ടങ്ങളുണ്ടായി. നിങ്ങൾക്കറിയാൻ പറ്റും.
ദിവസ ചരിത്രത്തിൽ അതെല്ലാം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഒരു സൗജന്യമായി പറയുന്ന ബൈബിൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പലർക്കും അതിനുള്ള വിലയില്ല. There is a person who is greater than everything. ദൈവവാക്യത്തെക്കാളും വലിയ ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. അതാണ് ദൈവവചനം. ദൈവമക്കളെ അവിടെ പറയുന്നു, not in sacrifice but in mercy. യാഗത്തിലല്ല കരുണയിലത്രേ നാം പ്രസാദം. God delights not in sacrifices but in mercy. അതുകൊണ്ടാണ് വചനത്തെ വിട്ടുകളഞ്ഞുള്ള ആത്മീയതയോ ആത്മീയ പ്രവർത്തനങ്ങളോ ശുഷ്കമാണ് എന്ന് പറയുന്നു. യുവജനോട് പറയുന്നു, ഈ വചനത്താൽ സകലവും ഉളവായതൊന്നും അവനെ കൂടാതെ. It is not a person who is greater than the cathedral. അവനെ കണ്ടെത്തണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതെല്ലാം ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായിത്തീരും. മൺമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അതിന്മേലച്ചു. അതിന്റെ അടിസ്ഥാനം പാറമേലുള്ളതാകിയാൽ അത് പാറയും മണലും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. പാറ എന്നത് മണൽ എന്നതും ഒന്ന് തന്നെ. And it is the disintegrated form of rock. പാറയുടെ തകർക്കപ്പെട്ട രൂപമാണ് മണൽ. ഐക്യത്തിലെ സ്നേഹബന്ധങ്ങളുടെ സാഹോദര്യങ്ങളുടെ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒട്ടിച്ചേർത്ത് ബന്ധത്തിലേക്ക്, ക്രിസ്തുവാകുന്ന വചനത്തിലേക്ക് നാം കണ്ണോടിക്കുകയും ജീവിതങ്ങളെ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഡോക്ട്രിൻ ഓഫ് ഗ്രേസ് തിയോളജിക്കൽ കോളേജുകളൊക്കെ നമ്മൾ പഠിക്കും. പല പല ഡോക്ട്രിൻസ്, ഡോക്ടർ ഓഫ് ബാപ്റ്റിസം, ഡോക്ടർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഡോക്ടർ ഓഫ് പല പല ഡോക്ട്രിൻസ്. അവർ ഡോക്ട്രിൻ ഓഫ് ഗ്രേസ്, ദൈവ കൃപയുടെ സാരാംശം. Grace of the doctrine. യാഗത്തിലല്ല കരുണയിലത്രേ. That is a practicality of religion. Praxis oriented theology എന്ന് വേണമെങ്കിൽ പറയാം. ദൈവശാസ്ത്രമൊക്കെ ഉണ്ടാക്കാം, പക്ഷേ nothing is into the heart. Nothing is invested into human lives. ജീവിതത്തിലേക്കൊന്നും ചേർത്ത് വെക്കാനില്ലാതെ പോകുന്ന അനുഭവങ്ങളായി തീരുന്നു. And we must make the word life, live the gospel. സുവിശേഷമായി ജീവിക്കുന്നു. പലരും ഇന്ന് സംതൃപ്തിപ്പെടുന്ന, ഞാൻ 1000 സുവിശേഷ പ്രതികൾ കൊടുത്തു, ഇത്രയും ബൈബിളൊക്കെ കൊടുത്താണ്, കാശ് കൊടുത്തു, നല്ല കാര്യം, ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. പക്ഷേ does the Bible read me? വചനം എന്നെ വായിക്കുന്നുണ്ടോ? എന്നെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ? Revelation chapter 1:3. ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നതിനും ഭാഗ്യം. That is the blessedness of this word, transforming word. വെളിപ്പാട് വരെ വായിച്ച ഉൾവായനയില്ലെങ്കിൽ, ഇന്നർ റീഡിംഗ് ഇല്ലെങ്കിൽ വായനയാകുന്നില്ല. ചോദിക്കുന്നു, നിങ്ങൾ തിരുവെഴുത്തിൽ എന്ത് കാണുന്നു, എന്ത് വായിക്കുന്നു? What do you see? What do you read? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്.
ഞാൻ ഇവിടെ പൂർത്തീകരിക്കുകയാണ് എൻ്റെ വചന സന്ദേശം. നിങ്ങൾ വായിച്ചിട്ടില്ല. നമ്മോട് ചോദിക്കുകയാണ് ഈ ചോദ്യം മാത്രമാണ്. ദൈവവചന പ്രഘോഷണ ബന്ധത്തിൽ ബൈബിൾ സൊസൈറ്റി വളരെ സുദൃഢമായ സേവനം ശുശ്രൂഷയാണ് കഴിഞ്ഞ ദീർഘനാളുകൾ കാഴ്ചവെച്ചു. ഒത്തിരി നമ്മുടെ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ ത്യാഗവും പൂർവമായ അവരുടെ കാരുണ്യ സ്നേഹവും നമ്മൾ തന്നു. അവരുടെ ഗൈഡൻസും പിതാക്കന്മാര് നമ്മുടെ സഭയെ നയിച്ചുകൊണ്ട് ദൈവജനത്തിന് ആവശ്യമായ പ്രോത്സാഹനം, കൈത്താങ്ങൽ എല്ലാ സഭകളിലും വരുമ്പോൾ തുറന്ന വാതിൽ, തുറന്ന വേദപുസ്തകം, ഇതിന്റെ ഒക്കെ ഉപരിയായി ദേവാലയത്തെക്കാളും ദൈവീയ ദേവാലയമായിട്ട് ചേർന്ന പ്രവർത്തനങ്ങളെക്കാൾ, ക്രിസ്ത്യാനിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കാൾ ഉന്നതമാണ് ദൈവവചനം, സത്യവചനം, നിത്യവചനം, സ്വർഗീയ വചനം എന്ന് ഒരിക്കൽ കൂടി ജീവിതം ഉറപ്പിച്ചുകൊണ്ട് അവനെ പിൻപറ്റ് അവന്റെ വചനത്തിന്റെ സ്രോതസ്സിൽ ജീവൻ പ്രാപിക്കണം. ഉത്സാഹവരായി അടുത്തു പോകാതെ പ്രവർത്തിക്കണം. ജീവിതാന്തി വരെ കമ്മിറ്റഡായ ശുശ്രൂഷ. പല സീനിയർ ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരെ കണ്ട സന്തോഷം. വിവിധ മേഖലകളെ ഒന്നും അനുഗ്രഹിച്ചു. അച്ഛന്മാരുണ്ട്, ഉപദേശമാരുണ്ട്, എല്ലാ സഭാവികളുടെ പ്രതിനിധികളും. നമുക്കൊരു ഐക്യവേദിയല്ലേ വസ്തുത ഈ ദിവസം അല്ലെ? കത്തോലിക്ക സഭയ്ക്ക് ഈ നദിയും പ്രവർത്തനം അവരിപ്പോ നന്നായിട്ട് നമുക്കറിയാവുന്ന ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ലളിതമായ രീതിയിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ദൈവത്തിലെത്തട്ടെ. അത് പ്രവർത്തിച്ചാൽ ഗിഡൻസ് ഇന്റർനാഷണൽ ആയാലും ബൈബിൾ സൊസൈറ്റി ആയാലും മത്സരമൊന്നും വേണ്ട. പ്രാർത്ഥനയോടെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫലവത്തായ ആത്മീയ അഭിവൃദ്ധി, ആത്മീയ പാപ്പരത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള വലിയ ഉപാധിയായി ബൈബിൾസിന്റെ പ്രവർത്തനം തീരണം. ദേവാലയങ്ങളിൽ കരിന്തിരി കത്താതെ ദൈവജനത്തിന്റെ വിളക്ക് ഇപ്പോൾ തെളിഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എനിക്ക് അവസരം നൽകുന്ന തിരുമേനിയോടും പ്രിയപ്പെട്ട അനേഷനോട് ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. മഹായുടെ എല്ലാ ആശംസകളും വിഗ്രഹങ്ങളും നന്മകളും പ്രാർത്ഥനകളും സീരിയസായി സഭയ്ക്ക് വേണ്ടി നേർന്നുകൊണ്ട് വാക്കുകളെ പൂർണ്ണമാക്കും. ദൈവം എല്ലാവരും ദൈവത്തിനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം അഭിമന്യ തിരുമേനിയുടെ വിഷനും ദർശനവും ഒക്കെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ലൈഫും ഒക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പാട്ട് പാടാനൊക്കെ ഞങ്ങൾ വിടത്തില്ല. ഏറ്റവും അഭിനന്ദനം തിരുമേനിയെ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ നന്ദി പറയുന്ന അവസരമായിട്ട് എടുക്കുന്നില്ല, കൺക്ലൂഡിംഗ് സമയത്തേക്ക് അതുള്ളതുകൊണ്ട് നമ്മുടെ മധ്യത്തിലേക്ക് മാത്യൂസ് മോർ സിൽവാനോസ് എപ്പിസ്കോപ്പ തിരുമേനി എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ സൂം മീറ്റിംഗിൽ നമ്മോടുകൂടെ ദൈവവചനം പ്രഘോഷിച്ചതാണ്. വളരെ സന്തോഷമുണ്ട് തിരുമേനിയുടെ സാന്നിധ്യവും നേതൃത്വവും. ഈ അനുഗ്രഹിക്കപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ദൈവാലയത്തിൽ വെച്ച് ഈ മീറ്റിംഗ് നടക്കുമ്പോൾ അഭിമന്യ യൂണിവേഴ്സിറ്റി തിരുമേനിയുടെയും സ്നേഹമുള്ള സിൽവാനോസ് തിരുമേനിയുടെ ഒക്കെ പൂർണ്ണ സപ്പോർട്ടിലാണ് ഇതിലൂടെ നടക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ഓൾ ഹാർട്ടഡ്ലി വെൽക്കം ഓൾ ഓഫ് us. അത് വലിയ അനുഗ്രഹമാണ്. നമ്മളെല്ലാവരും ക്യാമ്പസിന്റെ ഭംഗി ആസ്വദിക്കാനും ഇവിടുത്തെ ഡിവൈൻ അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാനും ഒക്കെ ദൈവം ഇടയാക്കി. ട്രിവാൻഡ്രം ആർച്ച് ഡയസിന്റെ ബിഷപ്പായിട്ടും അതുപോലെ തന്നെ കർണാടക ഡയസിന്റെ അധിക ചുമതലയും ഈ നാടുകളിൽ അഭിമന്യ സിൽവാനോസ് തിരുമേനി വഹിക്കുന്നു. നമ്മുടെ ഷെറിയാൻ ജോർജ് സാറോടൊക്കെ ചേർന്ന് തിരുവനന്തപുരത്ത് ബൈബിൾ സൊസൈറ്റി പ്രവർത്തനം വളരെ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകുന്നു. ജൈവനിക പ്രസ്ഥാനങ്ങളും ഒക്കെ തിരുമേനി നേതൃത്വം നൽകുന്നു. രാവിലെ മുതൽ വന്ന മീറ്റിംഗിലായിരുന്നു എങ്കിലും കൂടി നമ്മുടെ മധ്യത്തിലേക്ക് എത്തി. ഏറ്റവും ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി അഭിമന്യ തിരുമേനിയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുമേനിയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അഭിമന്യ തിരുമേനി ഒരു വാക്ക് മീറ്റിംഗ്സ് ഈ സമ്മേളനത്തിന് അറിയിച്ചതിന് ശേഷം
അഭിമന്യ തിയോഡോഷ്യസ് പോരുന്ന തിരുമേനി കൺക്ലൂഡിംഗ് ആയിട്ടുള്ള മെസ്സേജ് നമുക്ക് നൽകുന്നതാണ്. അതിനുശേഷം നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്നേഹമുള്ള കുര്യൻ പീറ്റർ തിരുമേനി ഗിറ്റാറൊക്കെ വായിച്ച് ഡെഡിക്കേഷൻ സോങ് നമുക്ക് ഒരുമിച്ച് തിരുമേനിയോട് ചേർന്ന് ആലപിക്കാം. ശേഷം തിരുമേനി പ്രാർത്ഥിച്ച് ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി നമുക്ക് പിരിയാം. ഇപ്പോൾ ശ്രീവാനസ് തിരുമേനി നമ്മൾ സംസാരിക്കാം. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ തിരുവനന്തപുരം മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമനസ് അഭിമന്യ തിരുമേനി, അതുപോലെ തന്നെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരള ഓക്സിലറിയുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് കടന്നു വന്ന ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, വന്യരായ വൈദികരെ, ഈ 2 ദിവസത്തെ ഈ വർക്ക്ഷോപ്പിന് ശക്തമായി നേതൃത്വം നൽകുന്ന നമ്മുടെ ജേക്കബ് ആന്റണി അച്ഛൻ, എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ ക്യാമ്പസിൽ വിലപ്പെട്ട നിങ്ങളുടെ 2 ദിവസങ്ങൾ സമയം ചെലവഴിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പാദസ്പർശങ്ങളും നിങ്ങളുടെ ക്യാമ്പസ് അനുഗ്രഹിക്കപ്പെടുവാനിടയായി സന്തോഷം അറിയിക്കുന്നു. ഞാൻ പ്രസംഗിക്കാനോ സംസാരിക്കാനോ ഒന്നുമല്ല, ജസ്റ്റ് ഈ പ്രോഗ്രാമിന് ആശംസ അറിയിക്കാനായിട്ടാണ് ഞാൻ കടന്നു വന്നത്. നമുക്കറിയാം, വളരെ പ്രശ്നസങ്കീർണമായ വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് സുവിശേഷ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത്. ദീർഘവർഷങ്ങൾ നോർത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് എനിക്കുമായിരിക്കാനിടയായി തീർന്നു. കഴിഞ്ഞ 1.5 മാസം ഒറീസയിലും അതുപോലെ തന്നെ ഡൽഹി, നാഗ്പൂർ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ പട്ടംകുട ശുശ്രൂഷകൾക്ക് സാക്ഷ്യം വഹിക്കുവാനും നേതൃത്വം നൽകുവാനും ദൈവം സഹായിച്ചു. ആ സന്ദർഭത്തിലൊക്കെയും കഴിഞ്ഞ കാലങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ സഭ നിലകൊണ്ടുവെന്ന് ഓർക്കുവാനും എനിക്കിടയായി തീർന്നു. എൻ്റെ ഓർമ്മകൾ കടന്നുപോയത് 2007 40 ലക്ഷത്തിലധികം ബൈബിൾ പ്രതികൾ ഉത്തർപ്രദേശിന്റെ വിവിധ മഹാകുംഭങ്ങളിൽ വന്നവർക്ക് ഞാൻ തന്നെ വിതരണത്തിന് നേതൃത്വം നൽകുവാൻ എനിക്ക് സാധിച്ചു. അവസാനം എനിക്ക് ജയിലിൽ അടയ്ക്കപ്പെടേണ്ട വന്നു. എന്നാൽ ദൈവം വളരെ അത്ഭുതകരമായി അവിടെ രക്ഷിച്ചു. ദൈവത്തിന്റെ ശക്തി എത്ര വലുതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അത് വായിച്ച അനേകം വളരെ കത്തുകൾ മുഖാന്തരം മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നവരുടെ ഒരു സാക്ഷ്യമാണ്. അനേകരെ രോഗസൗഖ്യം ലഭിക്കുവാനിടയായി, അനേകരെ വിവിധ സ്ഥലങ്ങളിൽ സഭയുടെ വിശ്വാസ സമൂഹത്തോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ബൈബിൾ ഇനി നമുക്ക് പരസ്യമായി പ്രസംഗിക്കുവാനുള്ള സാഹചര്യം ലഭിക്കുമോ എന്ന് നമുക്കറിയില്ല. വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് സുവിശേഷ പ്രവർത്തകർ വടക്കേന്ത്യയിൽ കടന്നു പോകുന്നത്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ സഭകളുടെയും ഒരു വൈഡർ എക്യുമെനിസത്തിന്റെ പ്രതീകമാണ്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് സുവിശേഷം പ്രസംഗിക്കുവാനും പ്രഘോഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, ജയിലിൽ അടയ്ക്കപ്പെട്ട അനേകം സുവിശേഷകർ വടക്കേന്ത്യയുടെ വിവിധ ഭാഗങ്ങളുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെയധികം പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് വോട്ട് ബാങ്കിനായി മാത്രം നമ്മളെ ഉപയോഗിക്കുകയാണ്. എന്നാൽ ആർക്കും ഈ വർഗീയതയുടെ പേരിൽ വിഭജിക്കപ്പെട്ട ഈ രാജ്യത്ത് സംസാരിക്കുവാനില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സഭയുടെ ഉപദേശങ്ങളും ചട്ടക്കൂട്ടുകളും അല്ലെങ്കിൽ അത് വരമ്പുകളും ഒക്കെ ഭേദിച്ചുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ഈ സമയത്ത് ഉദ്ബോധിക്കാനുള്ളത്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും തുറന്നുണ്ടാകണം. പ്രത്യേകിച്ച് ഈ ക്യാമ്പസിൽ കടന്നു വന്ന നിങ്ങളോടെല്ലാം സഭയുടെ ആത്മീയ പിതാവായ ഞങ്ങളുടെ ജെഫിലസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പേരിലും സഭയുടെ എല്ലാ ബിഷപ്പുമാരുടെ പേരിലും വിശ്വാസത്തിന്റെ പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തിരുമേനിമാരെ,
ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരള ഓക്സിലറി ഔദ്യോഗിക ഭാരവാഹികളെയും വിവിധ ബ്രാഞ്ചുകളിൽ നിന്നൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതായുള്ള സഹോദര സഹോദരികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഭാഗങ്ങൾക്ക് വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരവസരം നൽകിയത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും അച്ചടക്കത്തോടു കൂടിയുള്ള നമ്മുടെ മീറ്റിങ്ങുകളുള്ള സാന്നിധ്യവും ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുന്നതായുള്ള കാര്യങ്ങളുമെല്ലാം ഏറെ അനുഗ്രഹപ്രദമായി തരുവാൻ കൃപ നൽകട്ടെ എന്നത് ഈ അവസരം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നീ എന്നെ വേദോസ്തവം വായിച്ചോ എന്നുള്ള വാക്കോടുകൂടി ആരംഭിച്ചതായില്ല നമ്മുടെ അഭിനവ തിരുമേനിയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും വേദോസ്തവം വായിക്കേണ്ടതായുള്ള ആവശ്യകതയിലേക്ക് വരച്ചുകൊണ്ടുന്നതായിട്ടുള്ള വാക്കുകളായിരുന്നു. വീണ്ടും വീണ്ടും വേദോസ്തവം വായിക്കുക. എത്ര നേരം നാം വായിച്ചു കഴിഞ്ഞാലും എത്ര പ്രാവശ്യം വായിച്ചാലും വീണ്ടും വീണ്ടും ദൈവത്തിന്റെ വചനം നാം വായിക്കുന്ന അവസരത്തിൽ ദൈവത്തിന്റെ ആത്മാവെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും എന്നുള്ള വസ്തുത മറക്കുന്നതിനായിട്ട് ഇടയാവരുത്. അവരുടെ പ്രിയപ്പെട്ട തിരുമേനി പിന്നെ നമ്മോട് ചെയ്തതായ പ്രഭാഷണം നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ എഴുതുവാണ്ട് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇടയാവട്ടെ. ദൈവത്തിന്റെ വചനം കാലുകൾ കൊടുക്കും, അതൊക്കെ പ്രകാശമാകുന്നു. ആ പ്രകാശത്തിൽ ഓരോ ദിവസവും ചരിക്കുവാണ്ടപ്പോണം, ചൂടുകളിലേക്കുവാണ്ടപ്പോണം ദൈവം നമുക്ക് സംഗതിയാക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്നത് ആമുഖമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സമാപന സന്ദേശമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതായിട്ട് ചില കാര്യങ്ങൾ വീണ്ടും നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം സമാപന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാമെന്നത്ര ഞാൻ കരുതുന്നത്. ആദ്യത്തെ ഇന്നലത്തെ ദിവസം ആരംഭിച്ച അവസരത്തിൽ തന്നെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ ഓക്സിലറിയുടെ മുഖം എന്ന് പറയുന്നത് ബ്രാഞ്ച് പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ബ്രാഞ്ചുകളുമാണ് എന്നുള്ളത്. ഇതാണ് കേരള ഓക്സിലറിയുടെ മുഖമായിട്ട് ഇന്ന് ലോകം വായിച്ച് എടുക്കുന്നത്. അവരുടെ കോട്ടയത്ത് ഒരു ഓഫീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രാധാന്യം. ഇനിയും ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഈ കേരള ഓക്സിലറിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അതത് ബ്രാഞ്ചുകളിലൂടെ ജനങ്ങൾക്കും കാലഘട്ടത്തിനും സമൂഹത്തിനും ഒക്കെ ലഭ്യമായി തീരുവാനൊക്കെ പ്രവർത്തന നിരതരായി നാം തീരുന്നതിന് ഇടയാകുന്നുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തോടനുബന്ധിച്ച് തന്നെ സ്വാഗതം പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചതായിട്ടുള്ള വേദഭാഗം സഭാപ്രസംഗി 11-6 ഭാഗമാണ്. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തെ നിന്റെ കയ്യെ ഇളച്ചിരിക്കരുത് എന്ന് പറയുന്നതായിട്ട് വേദവാക്യം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതല്ല ശുശ്രൂഷ ഏറ്റവും വിശ്വസ്തയോടും സൂക്ഷ്മമായും പ്രാർത്ഥനയോടെയും പരിശുദ്ധാത്മാവിന്റെ നിറവോടും ആലോചനയോടും കൂടെ ചെയ്യേണ്ടതായിട്ടൊരു ദൗത്യമാണ് എന്നുള്ള ബോധ്യം നമ്മൾ നിറഞ്ഞു നിൽക്കണം. ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന വിധത്തിലുള്ള ബൈബിൾ വായന, അതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടായി. ഈ ദിവസങ്ങളൊക്കെ കേൾക്കേണ്ടായി. ഇപ്പോഴത്തെ പ്രസംഗത്തിലൂടെയും വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കേണ്ടതായിട്ട് ആവശ്യകതയെക്കുറിച്ച് നമ്മളുടെ പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ വർഷം ബൈബിൾ ഓക്സിലറി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതായില്ല വേദപുസ്തകത്തിന്റെ വായന എന്ന് പറയുന്നത് ഏറെ ആളുകൾക്ക് പ്രയോജനകരമായി തീരുവാണ്ടാക്കാൻ വേണ്ടിയായിട്ട് തീരണമേ എന്നത് നമ്മളുടെ നിരന്തരമായിട്ടൊരു പ്രാർത്ഥന വഴിയായിരിക്കേണ്ടതാണ്. നാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ അതേ അവസരത്തിൽ തന്നെ അനേകരെ ആദ്യമായിട്ട് വായിക്കുന്നവർ കാണും. ദൈവത്തിന്റെ വചനം അനുഗ്രഹപ്രദമായി ദൈവത്തിന്റെ ആത്മാവിൽ അവർക്ക് ലഭ്യമായി തീരുവാൻ ഇടയായിട്ട് തീരണമേ എന്നത് നാം ആഗ്രഹിക്കേണ്ടതായിട്ട് ഒന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 55-ാം അധ്യായത്തിന്റെ 19 വാക്യം അടിസ്ഥാനമാക്കി ഞാൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒന്ന് പറഞ്ഞു, ദൈവത്തിന്റെ വചനം ഇറ്റ് ഈസ് ഡിവൈൻ ഇൻ ഒറിജിൻ. 2, ഇറ്റ് ഈസ് ലൈഫ് ഗിവിംഗ് ഇൻ നേച്ചർ. 3, വചനത്തിന് ഒരു ദ്വിമാന പ്രവർത്തനമുണ്ട്. The word that sustains and propagates. 4 പറഞ്ഞത്
പറയുന്നത് it is effective in mission. God's purpose will ever prosper. അഞ്ചാമത് പറയുന്നത് it is transforming generations. തലമുറകളെ രൂപാന്തരപ്പെടുത്തുന്നതായിട്ട് ഒന്നാണ് ദൈവത്തിന്റെ വചനം. ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകർ കേവലം പുസ്തക വിതരണ ചുമതലക്കാരല്ല, പിന്നെയോ ദൈവത്തിലെ വചനമാകുന്ന വിത്ത് അതിൻ്റെ കാര്യവിചാരകരായി ദൈവസന്നിധിയിൽ കാണപ്പെടുകയാണ്. വചനമാകുന്ന വിത്ത് ജീവനുള്ളതായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം അനേക ഹൃദയങ്ങളിൽ വിതയ്ക്കുവാൻ തക്കവണ്ണം ഈ കാലഘട്ടത്തിൽ ഇടയായിട്ട് തീരണം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. വചനത്തിൻ്റെ യാത്ര ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഒരു യാത്രയാണ്. രൂപാന്തരം എന്നത് ആത്മീയമായിട്ടുള്ള പുതുക്കവുമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിക്കുകയുണ്ടായി, ഇന്ന് എന്ന് പറയുന്നതായിട്ടുള്ള ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുക്കത്തിൻ്റെ ദിവസമായിട്ട് തീർന്നു. ടുഡേ ഈസ് ബെറ്റർ ദാൻ യെസ്റ്റർഡേ എന്ന് പറയുന്നതിനായിട്ടാണ്. ഇന്നലത്തേക്കാൾ മെച്ചമായിട്ടുള്ളതാണ് ഇന്ന് എന്ന് പറയുന്നതിനായിട്ട് സാധിക്കണം. ഇന്നലെ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പട്ടികകൾ നിരത്തുവാനായിട്ടല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇന്ന് എന്ത് ചെയ്തു, ഇന്ന് നൽകിയിരിക്കുന്നതായിട്ട് സമയം, ഇന്ന് നൽകിയിരിക്കുന്നതായിട്ട് സാഹചര്യം, ഈ കാലഘട്ടം ഇതിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്നതായിട്ട് ദൗത്യം എന്ത് എന്നത് മനസ്സിലാക്കുക ആവശ്യമായിരിക്കുന്നത്. ഇന്നലെ ഭിന്നമായി നമുക്കെല്ലാവർക്കും ഇവിടെ സമയം ചെലവഴിക്കുവാൻ ഇടയായിട്ട് തോന്നുന്നത് സർവശക്തനായ ദൈവത്തിന് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. മനോഹരമായിട്ടുള്ള ഈ ദേവാലയത്തിൽ 2 ദിവസം ചെലവഴിക്കാനായിട്ട് നമുക്ക് ഇടയായിട്ട് തോന്നും. മനോഹരമായിട്ടുള്ള ക്യാമ്പസിൽ നമുക്ക് നടക്കുന്നതിനായിട്ടും വർത്തമാനം പറയുന്നതിനായിട്ടും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ടും കൂടുതൽ ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് വരുന്നതിനായിട്ടും അന്യോന്യം അറിയുന്നതിനായിട്ടും പരിചയപ്പെടുന്നതിനായിട്ടും എല്ലാം വീണ്ടും വീണ്ടും ദൈവം നമ്മെ അനുവദിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ക്യാമ്പസെല്ലാം നമുക്ക് വേണ്ടി നൽകിയതായിട്ടുള്ള അതിൻ്റെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകിച്ച് ചുമതലയുള്ളതായിട്ടുള്ള തിരുമേനിയെയും സഭയെ പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള സിൽവാനോസ് തിരുമേനിയെയും നമ്മുടെ സന്തോഷവും നന്ദി ഈ അവസ്ഥ നമുക്ക് അറിയിക്കുകയും ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ നൽകുന്നതിനായിട്ട് ഇവിടെയുള്ള എല്ലാ ചുമതലക്കാരും ശ്രദ്ധരായിരുന്നു എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. എനിക്ക് ശരിയായിട്ട് അറിയാനായിട്ട് പാടില്ല. എൻ്റെ വിചാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഇത്രയും നല്ലതായുള്ള ഒരു ക്യാമ്പസിൽ നമുക്ക് ലീഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടത്തുന്നതിനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം നൽകിയതായിട്ട് ഈ സുവർണ അവസരം അത് നമുക്ക് ഈ ബിലീവേഴ്സ് ചർച്ച് ഒരുക്കി തന്നു എന്നതിൽ സഭയോടും സഭയുടെ നാളായിട്ടുള്ള കർത്താവിനോടും നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഓർക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരു അനുഭവമായിട്ട് തീരട്ടെ എന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം ചിട്ടയോടുകൂടി വ്യക്തമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ റിട്രീറ്റ് ക്രമീകരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയമില്ല. ഇതിന്റെ ഭാരവാഹികൾ പ്രത്യേകിച്ച് ആന്റണി അച്ഛൻ ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതായുള്ള കാര്യങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾക്കെല്ലാം അനുഭവമായി തോന്നിയിട്ടുണ്ട്. വ്യക്തിപരമായ ബന്ധം നിങ്ങൾക്ക് അച്ഛനുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ഓക്സിലറി പ്രതിനിധീകരിക്കുന്നതായിട്ട് നമ്മുടെ ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കൂടെയുള്ള അമ്മകളുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ നമ്മുടെ കേരള ഓക്സിലറിയെ കൂടുതൽ കരുത്ത് നൽകുന്നതായിട്ട് ഒന്നായി തീരുമാനത്തോണം ഇടയായിട്ട് തീരട്ടെ. അതിനായിട്ട് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം. കഴിഞ്ഞ 70 മത്സരങ്ങൾ നമ്മെ നടത്തിയതായിട്ടുള്ള ദൈവത്തെ ഓർത്തതായിട്ടുള്ള അവസരമാണ്. വിശ്വസ്തനായിട്ടുള്ള ദൈവം വിശ്വസ്തയോടുകൂടി നമ്മെ നടത്തിയതായിട്ടുള്ള ആവശ്യം. ഇത് ആവശ്യപ്പെടുന്നത് നമ്മൾ വിശ്വസ്തരായിട്ട് തീരുന്നതിനായിട്ടാണ്. നല്ലൊരു വിശ്വസ്തനുമായിട്ടുള്ള ദാസനെ ദാസി എന്നുള്ള വിളിക്ക് യോഗ്യതയുള്ളവരായിട്ട് തീരുക എന്നത് ഇവിടെ ഇന്ന് തിരുമേനി ഓർമ്മിക്കുകയുണ്ടായി. ദൈവം നമുക്ക് താലന്തുകൾ നൽകുന്നത് ഒരു 5 താലന്ത് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് വ്യാപാരം ചെയ്ത് 5 കൂടെ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 താലന്തുകൾ ദൈവത്തിന് സമർപ്പിക്കാനിടയായിത്തീരുന്ന പരിശ്രമത്തിൻ്റെതായിട്ടുള്ള ദൈവമക്കളാണ് നാം ഓരോരുത്തരും. നമ്മെ ആക്കിയിരിക്കുന്ന ഓരോരോ സ്ഥാനങ്ങളിലും പ്രകാരം
നല്ലതിന് വിശ്വസ്തമായിട്ടുള്ള ദാസനെ ദാസ്യങ്ങളിലേക്ക് യോഗ്യതകളായി തീരുവാൻ കർത്താവ് കൃപ നൽകണമേ എന്നത് പ്രാർത്ഥിക്കാം. യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒരുപാട് എന്ന് പറയുന്നത്. അവരുടെ ദൈവസന്നിധിയുള്ള സന്തോഷം നുകർന്നനുഭവിക്കുന്ന ജീവിതമായിട്ട് തീരുവാൻ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും നമ്മുടെ ബ്രാഞ്ചിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ അവിടെയുള്ള പ്രാദേശിക കൂട്ടായ്മയും സഹായമായിട്ട് തീരണമേ എന്നത് ആഗ്രഹിക്കാം. ഒരു ചെറിയ വിത്തായിട്ട് ആരംഭിച്ചതാണ് നമ്മുടെ ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആർക്കും തന്നെ സംശയമില്ല. എന്നാൽ 70 വർഷങ്ങളുടെ ദൈവം എത്ര ധന്യമായ നിലയിൽ നമ്മുടെ കേരള ഓക്സിലറിയെ നടത്തുന്നതിനായിട്ടിടയായിട്ട് തീർന്നു. നമ്മുടെ പിതാക്കന്മാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. എന്നോട് വരുവാൻ സാധിക്കാൻ പോയിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ ചെയ്തതായുള്ള ശുശ്രൂഷകളെ നാം ഓർക്കുന്ന അവസരത്തിൽ നമുക്കൊരു കടപ്പാട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കാലഘട്ടം നമ്മോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിന്റെ ജീവിതം എപ്രകാരമായി തീർന്നു എന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കുന്നതിനായിട്ടുള്ളവരാണ് എന്നുള്ള ബോധ്യത്തിൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ബൈബിൾ സൊസൈറ്റിയോട് ചേർന്നുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഫലകരമായിട്ട് തീരുവാനിടയാകണമേ എന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്ന പോലെ ഇംഗ്ലണ്ടിൽ ബൈബിൾ സൊസൈറ്റിയുടെ ഉത്ഭവത്തിന് ആധാരമായത് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വെൽഷ് ബാലിക മേരി ജോൺസിന്റെ ദൈവവചനത്തോടുള്ള താല്പര്യവും അക്ഷീണമായിട്ടുള്ള പ്രയത്നമാണ്. അവർ കൊടുത്തതായിട്ടുള്ള ആ ദീപം നൂറ്റാണ്ടുകൾ പിന്നിട്ടും ഇന്നും ലോകമെമ്പാടെ പ്രകാശം ചെരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കത്തിച്ചതായുള്ള മെഴുകുതിരി ഇതിൽ അണഞ്ഞിട്ടില്ല. ആ മെഴുകുതിരി പ്രകാശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ പ്രകാശം ഈ 21-ാം നൂറ്റാണ്ടിലും അണയാതെ ശോഭിക്കുവാനും വിശേഷിച്ച് ഇനി അടുത്ത വർഷം ജൂലൈ 11 കോതമംഗലത്ത് വെച്ച് വാർഷിക മീറ്റിംഗിലേക്ക് നമ്മളെല്ലാവരും ചേർന്ന് വരുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവത്തിന് മഹത്വം കരയിച്ച് ആ വലിയ സന്തോഷത്തിന്റെ ഭാഗവാക്കുകളായിട്ട് തീരുവാനായിട്ട് ദൈവം നമ്പുരാൻ നമ്മെ എല്ലാവരെയും ഇടയാക്കണമേ എന്ന് ദൈവസ്ഥത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനായിട്ട് ഈ അവസരം ഉപയോഗിക്കാം. 2025 ക്രിസ്മസ് കാലയളവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിട്ടുള്ള അവസരമാണ്. മുന്നോട്ടുള്ളതായിട്ട് യാത്രയിൽ തിരുവചനത്തെ ഓർക്കുന്ന ഇൻകാർണേഷണൽ മിനിസ്ട്രിയെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. അതിലെ അർത്ഥതലങ്ങൾ നമുക്ക് ഗ്രഹിക്കുന്നതിനായിട്ടും നമുക്ക് പറയുന്നതിനായിട്ടും കേൾക്കുന്നതിനായിട്ടും ഒക്കെ അവസരങ്ങൾ നിയമപരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കുന്നതിനായിട്ടുള്ള അവസരമാണ്. അതിനെല്ലാം തന്നെ നമ്മോട് ആവശ്യപ്പെടുന്നത് യു ഇൻകാർണേറ്റ് ഇൻ ദ ഗിവിംഗ് കോണ്ടെക്സ്റ്റ്. നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള സമൂഹത്തിലും ഈ കാലഘട്ടത്തിലും അവതരിക്കുവാൻ തക്കവണ്ണം കർത്താവിനോട് ഒന്നിച്ച് അവതാരം ചെയ്യുവാൻ തക്കവണ്ണം നമുക്കിടയായിട്ട് തീരണമേ എന്നതാണ്. നമ്മുടെ ക്രിസ്മസിൻ്റെതായിട്ടുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാം നേരത്തെ അന്യോന്യം നന്ദിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യം ഇതാണ് എന്നത് ഓർക്കുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരുകയും ചെയ്യും. ബൈബിൾ സൺഡേ ആയിട്ട് നമ്മൾ അവതരിച്ചിരിക്കുന്ന ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചകളാണ്. ഓരോരോ സഭാവിഭാഗങ്ങളിൽ അതിൻ്റെതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിമൈൻഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഏത് സഭാവിഭാഗം എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ദൈവം നമ്മെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ള വലിയ ചിന്തയോടുകൂടി ദൈവത്തിന്റെ വചനം വിതയ്ക്കുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കി ആ ദൗത്യ നിർവഹണത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. അത് നമ്മെയും നമ്മുടെ സമൂഹത്തെയും ചുറ്റുപാടുമുള്ള വലിയ ജനതയെയും ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയായി തീരുവാൻ ഇടയാകണമേ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നത് അറിയാവുന്നതായിട്ട് വ്യക്തികളാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ക്രിസ്മസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയൊരു മത്സരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പുതിയ 2026 പ്രവേശിക്കുകയാണ്. നമുക്ക് ഡയറിയും കലണ്ടറും എല്ലാം നൽകപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പുതിയ വർഷത്തേക്ക് ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിയിൽ നിന്ന് കൊണ്ടുവരികയാനായിട്ടില്ല. നല്ലൊരുക്കപ്പെടേണ്ടത് നമ്മളാണ്. ഒരു പുതിയ സന്ദർശനം, ഒരു പുതുക്കത്തിൻ്റെതായിട്ടുള്ള സമർപ്പണത്തിൻ്റെതായിട്ടുള്ള അവസരമാക്കി തീർക്കുവാൻ ദൈവം തമ്പുരാൻ സംഗതിയാക്കണമേ എന്നത് പ്രാർത്ഥിക്കാൻ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നമുക്ക് ലഭിച്ചതായ സന്തോഷ സ്നേഹ കൂട്ടായ്മയ്ക്ക് നിങ്ങളോട് ചേർന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വന്നു ചേരുവാൻ സാധിച്ച ക്യാമ്പസിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവരോടുമുള്ള നമ്മുടെ നന്ദി നമ്മുടെ ജീവിതത്തിലൂടെ പ്രദർശിപ്പിക്കുവാൻ സാധ്യമായി തീരുകയും ചെയ്യട്ടെ.
ക്രിസ്മസിൻ്റെതായ കാലയളവ് നമ്മെ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അവതരിക്കുവാൻ തക്കോണം, ഇൻകാർണേറ്റ് ചെയ്യുവാൻ തക്കോണം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു എന്നത് മനസ്സിലാക്കാം. ബൈബിൾ സൊസൈറ്റിയുടേതായിട്ടുള്ള സംഘം നമ്മൾ വന്നിരിക്കുമ്പോൾ അതിന് കളക്ഷൻ നടത്തുന്നതായിട്ടുള്ള അവസരത്തിൽ ഭീഷണിയോടുകൂടി ഒരു നിമിഷം പോലും പാഴാക്കാതെ എല്ലാ നിമിഷങ്ങളും അർത്ഥവത്തായിട്ട് വിനിയോഗിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ആ ഒരു ആഹ്വാനത്തോടുകൂടി, ആ ഒരു ഉത്തേജനത്തോടുകൂടി, ദൈവകൃപയുടെ വ്യാപാരത്തോടുകൂടി, പരിശുദ്ധാത്മ നിറവോടുകൂടി നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നൽകിയിരിക്കുന്നതായിട്ട് ഭവനം ബന്ധങ്ങൾ ഊഷ്മളതയോടെ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ട് ഒരു വലിയ ഭവനമാണ്. ആ ഭവനത്തിന് അംഗങ്ങളായി തീരുന്നതിലൂടെ എക്യുമെനിക്കൽ റിലേഷൻസിനെ കൂടുതൽ ശക്തീകരിക്കുന്നതിലൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ കാലഘട്ടവും പ്രവേശിക്കാൻ പോകുന്നതായിട്ടുള്ള പുതിയ സംവത്സരവും ഏറെ അനുഗ്രഹപ്രദമായി തീരണമേ എന്ന ദൈവത്തിൽ ആഗ്രഹിക്കുകയും നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എല്ലാം ശക്തീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനെ ഓർമ്മിക്കാതെ പാട്ട് പാടണം. കൃത്യം 1 മണിക്ക് തന്നെ അഭിമന്യ തിരുമേനിയുടെ സന്ദേശം പര്യവസാനിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഇനി ദീർഘിപ്പിക്കാനായിട്ട് പാടില്ല എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ട്. അതുകൊണ്ട് എന്നിരുന്നാലും പറയേണ്ട ചില കാര്യങ്ങൾ വളരെ കമ്പിവാചകത്തിൽ നമുക്ക് പറയേണ്ടതായിട്ടുണ്ടല്ലോ. നമ്മൾ 15 മിനിറ്റ് 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഈ കൺക്ലൂഡിംഗ് സെഷൻ തുടങ്ങിയത്. എന്നിരുന്നാലും അഭിമന്യ തിരുമേനിമാര് രണ്ടുപേരും വളരെ ചുരുങ്ങിയാണ് സംസാരിച്ചത്. അതുകൊണ്ട് നമ്മൾ 1 മണി ആയതേ ഉള്ളൂ. അതുകൊണ്ട് 1:15 നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ലാസ്റ്റ് ദിനമാണല്ലോ പിരിയാനായിട്ട് സാധിക്കും. അഭിമന്യ തിയോഡോഷ്യസ് തിരുമേനി ഉദ്ഘാടന സമ്മേളനത്തിലും കൺക്ലൂഡിംഗ് മെസ്സേജിലും ഓർപ്പിച്ചതുപോലെ തന്നെ ഈ മനോഹരമായ ക്യാമ്പസിൽ വെച്ച് ഒരുപക്ഷെ നമ്മൾ ഈ അടുത്ത നാളിൽ വെച്ച് നടത്തിയ വെന്യൂകളിൽ ഏറ്റവും അനുഗ്രഹമായിട്ട് നമുക്ക് ഒരു ദൈവ സാന്നിധ്യത്തോടെ നിറവിൽ ഇവിടെ കൂടാനായിട്ട്, ഈ ക്യാമ്പസിലൂടെ നടക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് ഒരുപക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പ്രായമുള്ള ആളുകൾക്ക് നടക്കാനൊക്കെ. എങ്കിലും ചില ആളുകൾക്ക്, വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ വണ്ടിയിലൊക്കെ നമുക്ക് കൊണ്ടുവിടേണ്ടതായിട്ട് വന്നുള്ളൂ. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ 2 ദിവസവും ഇവിടെ കടന്നു വന്ന ആളുകൾ ഈ സാഹചര്യങ്ങളോടൊക്കെ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടപഴകുവാനായിട്ടിടയായിട്ടുണ്ട്. നല്ലൊരു ക്യാമ്പസ്, നല്ലൊരു കത്തീഡ്രൽ ദേവാലയം. എന്നാൽ ഇവിടെ കുട്ടികളും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെമിനാരി ക്യാമ്പസാണ്. അതുകൊണ്ട് ഇവിടുത്തെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഒക്കെ നമ്മളെ എല്ലാവരെയും അങ്ങനെ സിംഗിൾ റൂമിൽ, അങ്ങനത്തെ റൂമുകളിൽ അറ്റാച്ച്ഡ് ബാത്റൂംസിലൊന്നും ഉള്ള ഫെസിലിറ്റീസ് ഹോസ്റ്റൽ റൂംസ് ആണല്ലോ. ഗേൾസ് ആൻഡ് ബോയ്സ് എന്നുള്ള നിലയിലായതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കൂടുതൽ ലീഡേഴ്സിനെയും അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നത്. അതിനോട് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും ആ സാഹചര്യത്തോട് ഒരു രാത്രിയല്ലെയുള്ള സന്തോഷത്തോടെ നിങ്ങൾ ഉൾക്കൊള്ളുവാനൊക്കെ ഇടയായി തീർന്നു. തീർച്ചയായിട്ടും അതും സന്തോഷമാണ്. നമുക്ക് ഒരുമിച്ച് പണ്ടൊക്കെ യൂത്ത് കോൺഫറൻസിനൊക്കെ പോകുമ്പോൾ ഓർക്കാറുണ്ട്. ഈസ്റ്റർ ഡേയ്സിലൊക്കെ ഞാനൊക്കെ യൂത്തിലൂടെ വരുന്ന അവസരത്തിൽ നമ്മൾ വീടുകളിൽ നല്ല വണ്ടിയിലും നല്ല കെട്ടിലും നല്ല റൂമിലുമൊക്കെ കിടക്കുന്ന ആളുകളും അല്ലാതെ കിടക്കുന്ന ആളുകളും ഒക്കെ. പക്ഷെ അങ്ങനെയുള്ള വലിപ്പം ചെറുപ്പമില്ലാതെ എല്ലാവരും വന്ന് സ്കൂളിൽ ബെഞ്ചിലും ഡെസ്കിലും കൂടെ കിടന്ന് ഇങ്ങനെ അടുക്കിയിട്ടതുപോലെ കിടന്ന് യൂത്ത് കോൺഫറൻസ് കൂടുന്ന സന്ദർഭങ്ങളൊക്കെ എന്റെ ചെറുപ്പകാലത്തെ ഓർമ്മയിലുണ്ട്. അപ്പം തീർച്ചയായും ഇതൊരു സാധ്യതയും ഒരു കൂട്ടായ്മയുടെ അനുഗ്രഹമൊക്കെ ആയിട്ട് ഉൾക്കൊള്ളാൻ, പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞു. അങ്ങനെ പരിഭവങ്ങളൊന്നും ആരും പറഞ്ഞില്ല. തീർച്ചയായിട്ടും അക്കോമഡേഷന് ചെറിയ ഹോസ്റ്റൽസ് ആയതുകൊണ്ട് നമുക്ക് കോമൺ വാഷ്റൂംസ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്നുള്ള ഹോസ്റ്റൽസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ജെൻസ് ആൻഡ് ഫീമെയിൽ എന്നുള്ള അക്കോമഡേഷൻ ക്രമീകരിക്കേണ്ടി വന്നത്. അങ്ങനെ എല്ലാത്തിനോടും നിങ്ങൾ സഹകരിച്ച അനുഗ്രഹമായിട്ട് ഈ ക്യാമ്പസിൽ പലരും ചുറ്റി നടന്ന് കാണാനും ഒക്കെ ഇടയായി തീർത്തു. തീർച്ചയായിട്ടും നന്ദിയോടെ ഓർക്കുകയാണ് ഈ ക്യാമ്പസും ഇതിന്റെ എല്ലാ ഫെസിലിറ്റീസും വിതൗട്ട് എനി ചാർജസ്. ഇവിടുത്തെ ചർച്ചും ഇവിടുത്തെ മൈക്ക് സിസ്റ്റവും അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും അക്കോമഡേഷൻ ഫെസിലിറ്റീസും ഓരോ കാര്യങ്ങളും ഒരു വിതൗട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ബൈബിൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ബിലീവേഴ്സ് ചർച്ചിന്റെ സിൽവാനോസ് മറ്റു ലീഡേഴ്സും ഒക്കെ വിട്ടുതരാനായിട്ട് ഇടയായി തീർന്നു. തിരുമേനിയോട് ചേർന്ന് ഞാനും ഈ അവസരത്തിൽ
മെത്രാപ്പോലീത്ത തിരുമേനിയെയും, സ്നേഹമുള്ള സിൽവാനോസ് തിരുമേനിയും, ജോൺസൺ അച്ഛനെയും, പത്തപ്പള്ളി അച്ഛനെയും, സഞ്ജീവ് അച്ഛനെയും, അതുപോലെ തന്നെ നമ്മുടെ അലൻ അച്ഛനെയും, സ്നേഹമുള്ള ഗോവിൻ അച്ഛൻ, ഇവരൊക്കെയാണ് ഇതിന്റെ പേരിൽ പ്രവർത്തിച്ചത്. ഞങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ വന്ന് 1-2 പ്രാവശ്യമൊക്കെ വന്ന് കാണുന്ന അറിയാൻ സാഹചര്യങ്ങളൊക്കെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് സ്റ്റാഫുകളൊക്കെ വന്നതേ ഉള്ളൂ. ഇവരാണ് ഇവിടെ എല്ലാം അധ്വാനിച്ചത്. ഇവിടുത്തെ സ്റ്റുഡൻസ്, we are also thankful to all seminary students who are here, who are supporting us, and they are working hard to make this program a very successful and blessed one. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരോടും, എല്ലാ ലീഡേഴ്സിനോടും പേരെടുത്ത് പറയാത്ത ആളുകളുണ്ടെന്നറിയാം. എല്ലാവരെയും അതുപോലെ തന്നെ ഫുഡിന്റെ ക്രമീകരണങ്ങൾ നൽകിയ സ്നേഹമുള്ള ബിനോയ് സാറിന്റെ നന്ദിയോടെ ഓർക്കുന്നു. മറ്റ് ഓരോ കാര്യങ്ങളും പലരും പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. സഞ്ജീവച്ചനാണെങ്കിലും ഇപ്പൊ പുറകിലിരിക്കുകയാണ്. അച്ഛൻ ദയവായിട്ട് ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുക. ഈ കൺക്ലൂഡിംഗ് സെഷൻ നന്ദി പറയുന്ന അവസരത്തിൽ അച്ഛൻ ഒന്ന് മുമ്പോട്ട് വന്ന് എനിക്ക് സന്തോഷമാണ്. തിരുമേനിയുടെ കൂടെ ഒന്ന് വന്നാട്ടെ അച്ഛൻ. അച്ഛനും നമുക്ക് ഇവിടുത്തെ ക്യാമ്പസിൽ ഇവിടുത്തെ ലീഡേഴ്സിന് നല്ലൊരു കൈയടി കൊടുത്ത് നമ്മുടെ സന്തോഷം ദൈവം പ്രതിഫലങ്ങളൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മെത്രാപ്പോലീത്ത തിരുമേനി ഉൾപ്പെടെ, സിൽവാനോസ് തിരുമേനി ഉൾപ്പെടെ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ തീർച്ചയായിട്ടും എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. 2 കാര്യം ഇവിടെ പറയാനായിട്ടുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയിലെ 2 സന്തോഷങ്ങൾ, പ്രത്യേകിച്ച് സ്നേഹമുള്ള സുസമ ആന്റി എനിക്ക് നേരത്തെ തന്നെ ഒരു പ്രോഗ്രാമിൽ എഴുതി തന്നു. ഈ കാര്യത്തിൽ ഓർത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ തിരുവനിമാരൊക്കെ വന്നപ്പോൾ ഞാനത് പറയാനായിട്ട് വിട്ടുപോയി. ഈ അടുത്ത് നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി സുസമ്മ എന്ന് പറയുന്ന നമ്മുടെ കുണ്ടറ ബ്രാഞ്ചിന്റെ ലീഡറായിട്ട് പ്രവർത്തിക്കുന്ന ആന്റി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. നമ്മുടെ നല്ല നല്ല ലീഡേഴ്സ് പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന തലത്തിലും രാജ്യാന്തര തലത്തിലും ഒക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നല്ല രാഷ്ട്രീയക്കാരുണ്ടാകുമ്പോഴാണ് നല്ല ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഐഡി സൊസൈറ്റിയുടെ പ്രവർത്തകയാണ് ആന്റി. ആന്റിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ആന്റിയെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർ ജോർജ് വർഗീസ് സാർ ഇവിടെ ഇരുന്നപ്പം സാർ ഇന്നലെ വന്നിട്ട് രാത്രി പോകാനായിട്ടുള്ള കാരണം ഒരു സന്തോഷം വീട്ടിലുണ്ടായ ഒരു ഗ്രാൻഡ് ചൈൽഡ് ഇന്നലെ വൈകുന്നേരം ഉണ്ടായി എന്ന് അറിഞ്ഞു. വളരെ സന്തോഷമായിരിക്കുന്നു അറിഞ്ഞു. നമ്മുടെ സന്തോഷം അറിയിക്കുന്നു. ദൈവം പാസ്റ്ററെ അനുഗ്രഹിക്കട്ടെ. ചെങ്ങന്നൂർ ബ്രാഞ്ചിന്റെ പ്രസിഡന്റ് ആണ്. ഈ അനൗൺസ്മെന്റുകൾക്ക് ശേഷം ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഈ സമ്മേളനം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് തിരുമേനി ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് ഞങ്ങളുടെയൊക്കെ പേരുകളൊക്കെ പറയുമെങ്കിലും അഭിമന്യ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി ഈ ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നതാണ്. ഈ 70ാമത് സപ്തതി വർഷത്തിലെ അതിന്റെ ഏറ്റവും ബ്യൂട്ടിയും അതിന്റെ അർത്ഥവും അനുഗ്രഹവും എന്ന് മനസ്സിലാക്കുന്ന ഒരു സംശയവും തിരുമേനിയുടെ ഉദ്ഘാടന മെസ്സേജും കൺക്ലൂഡിംഗ് മെസ്സേജും ആഹ്വാനങ്ങളും തിരുമേനിയുടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് വന്ന ആഹ്വാനങ്ങളും ഒക്കെ അത് തെളിയിക്കുന്ന കാര്യമാണ്. ഇന്ന് ഈ കൺക്ലൂഡിംഗ് സെഷന് തിരുമേനിക്ക് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ തിരുമേനി രാവിലെ ഇന്നലെ ഉദ്ഘാടന മെസ്സേജിന് വന്ന് നമ്മോട് കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്ന ആളാണ്. ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയതാണ്. ഇന്ന് വേണമെങ്കിൽ മറ്റു തിരക്കുകളിലേക്ക് പോകാം, എന്നാൽ അതൊന്നും മാറ്റിവെച്ചാണ് ഈ സമ്മേളനത്തിൽ നമ്മുടെ ലാസ്റ്റ് സെഷൻ എടുത്തുകൊണ്ടിരുന്നത് തന്നെ 11 മണിക്ക് തന്നെ തിരുമേനി എത്തിച്ചേർന്നു. ആ സമയം മുതൽ തിരുമേനി ഈ കസേരയിൽ ഇരിക്കുന്നതാണ്. ഞാൻ ചോദിച്ചു തിരുമേനി കസേര മാറ്റണോ, അങ്ങനെ ഒന്നും ഒരു പ്രശ്നമായിരിക്കും, ഇരിക്കാനുള്ള ബുദ്ധിമുട്ടോ ഉള്ളതെന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ അങ്ങനെ ഒരു ഫോർമാലിറ്റീസും അഭിമാനപ്പെടുത്ത തിരുമേനി ബൈബിൾ സൊസൈറ്റിയോടോ ബൈബിൾ സൊസൈറ്റി നമ്മളോട് ഓരോരുത്തരോടോ കാണിക്കാറില്ല. അതാണ് ബൈബിൾ സൊസൈറ്റിയുടെ മുൻപോട്ടുള്ള വളർച്ചയും വിജയവും അനുഗ്രഹവുമാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും തിരുമേനിയുടെ നേതൃത്വത്തില് ഓൾ ചർച്ച് ഹെഡ്സിന്റെ ഒരു മീറ്റിംഗ് പുലാത്തിയിൽ വെച്ച് ക്യാമ്പസിൽ വെച്ച് ഏപ്രിൽ മാസം 28-ാം തീയതി ഈ സപ്തതി വർഷത്തിൽ നടക്കുന്നു. നമ്മുടെ എല്ലാ ചർച്ച് ലീഡേഴ്സിനെ വിളിച്ച് വന്ന് റെക്കഗ്നൈസ് ചെയ്യാനും അവരുടെ സപ്പോർട്ട് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ജൂലൈ മാസം 11-ാം തീയതി കോതമംഗലത്ത് വെച്ച് അഭിമന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ 70ാമത് സമ്മേളനത്തിന്റെ സമാപന ശുശ്രൂഷയും നടത്തപ്പെടുന്നു. തീർച്ചയായിട്ടും അതൊക്കെ അനുഗ്രഹമാകുന്നത് തിരുമേനിയുടെ സാന്നിധ്യവും നേതൃത്വവും അതിലുപരിയായിട്ടുള്ള പ്രാർത്ഥനയും സമയാസമയങ്ങളുടെ ഉപദേശങ്ങളും ഓരോ കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും തിരുമേനി വാട്സപ്പിലാണെങ്കിലും മെസ്സേജ് വിട്ട് ചോദിക്കുകയും പറയുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയുണ്ട്. ഓക്സിലറി സ്റ്റാഫിനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഓക്സിലറി കമ്മിറ്റി അംഗങ്ങളുടെ പേരിൽ ഈ സമയത്ത് തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഇന്നലെയുമായിട്ട് നമ്മളോടുകൂടെ നമ്മളെ അനുഗ്രഹിച്ച സ്നേഹമുള്ള തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിക്ക് ഹൃദയത്തിന്റെ ഭാഷ നന്ദി അറിയിക്കുന്നു. നല്ലൊരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ മധ്യത്തില് ഈ കൺക്ലൂഡിംഗ് സെഷനിൽ നമ്മളെ ഡെഡിക്കേഷനിലേക്ക് നമ്മളെ ഒന്നും കൂടെ ചിന്തിപ്പിക്കുന്നതായ
ദൈവത്തിന്റെ വചനം വായിക്കാനും വീണ്ടും വായിക്കാനും അതിൽ നിലനിൽക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് തിരുമേനി തിരുമേനി ഓർപ്പിച്ചതുപോലെ തന്നെ തിരുമേനി നൽകിയത്. ദൈവവചനം അദ്ദേഹത്തിന്റെ നെഞ്ചോട് ചേർന്ന് എപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ശുശ്രൂഷകന്റെ മകനായിട്ട് ജനിച്ചു വളർന്ന ആ ഒരു വലിയ പാരമ്പര്യവും പൈതൃകവും ഒക്കെ തിരുമേനിയുടെ ശുശ്രൂഷയിലുണ്ട്. തിരുമേനിയുടെ കോൺസെൻട്രേഷൻ സർവീസിൽ ഞാൻ ബൈബിൾ സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്ത് പോയിരുന്നു. തിരുമേനിയുടെ മെസ്സേജിലുമൊക്കെ അത് നിറഞ്ഞു നിന്നിരുന്നതായിട്ട് കാണാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഒരു തീഷ്ണതയും ശുശ്രൂഷ മനോഭാവവും ഒക്കെ തീർച്ചയായിട്ടും ഈ കോൺസെൻട്രേഷൻ സർവീസിലൂടെ ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട വലിയ നിയോഗത്തിലേക്ക് തിരുമേനി ദൈവം നിയോഗിച്ചിരിക്കുമ്പോൾ അനേകം തന്റെ ജീവിതങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്, ഒഴുക്കിനെതിരെ നീന്താനായിട്ടും ഒഴുക്കിനെതിരെ ശബ്ദമുയർത്താനായിട്ടും അനീതിക്കെതിരെ വെല്ലുവിളിക്കെതിരെ ശബ്ദമുയർത്താനായിട്ടുള്ള ഒരു വലിയ ഒരു തീഷ്ണത തിരുമേനിക്കുണ്ട്. തിരുമേനി ഇമ്മാനുവൽ കത്തീഡ്രലിൽ ഇരിക്കുന്ന അവസരത്തിൽ അച്ഛനായിട്ടിരിക്കുമ്പോഴാണ് എന്റെ വിവാഹം എന്റെ ഭാര്യയുടെ വലിയ ഇമ്മാനുവൽ കത്തീഡ്രലിൽ വെച്ച് നടക്കുന്നത്. അതും ഒരു സന്തോഷമാണ്. 2011 അന്നും തിരുമേനിയുടെ മെസ്സേജ് ഒക്കെ വളരെ ഷാർപ്പാണ്. മുഖം നോക്കാതെ സംസാരിക്കാനായിട്ട് സോപ്പിംഗായിട്ടുള്ള ശുശ്രൂഷകളൊന്നും തിരുമേനിക്കില്ല. അത് തന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത. അത് കൊച്ചിൻ മഹായിടയ്ക്ക് മാത്രമല്ല, CSI സഭയ്ക്ക് മാത്രമല്ല, ആഗോള ക്രൈസ്തവ സമൂഹത്തിന്, ലോകത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ മതത്തിലേക്ക് വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് കടന്നു വന്ന അഭിമന്യ തിരുമേനിയോട് ഈ പ്ലാറ്റ്ഫോമിന്റെ പേരിൽ തിരുമേനിയുടെ പേരിൽ ഓക്സിലറി കമ്മിറ്റിയുടെ പേരിൽ ഓരോ ആളുകളുടെയും പേരിൽ വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിക്കുന്നു. സ്മിതപശ്ചമി 2 മക്കളുമാണ് തിരുമേനി പോയത്. അവരെ ഓർത്തും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മതത്തിലായിരിക്കുന്ന തിരുമേനി ഈ കൺക്ലൂഡിംഗ് സെഷനിലാണെങ്കിൽ തിരുമേനി കടന്നു വന്നത് നിങ്ങൾക്ക് ഒരു സന്തോഷവും ഒരു പ്രചോദനവുമാണ്. കഴിഞ്ഞ ആഴ്ച തിരുമേനിയായിട്ട് സംസാരിച്ചപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് കടന്നു വന്ന സന്തോഷമാണെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് എനിക്ക് തോന്നുന്നത് ക്യാമ്പസിലൂടെ എത്തിയത്. ഒത്തിരി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ദേശങ്ങളിലൂടെ യാത്രയായിരുന്നു. നമുക്ക് നല്ല ഒരു സന്ദേശം തിരുമേനി നൽകി. തിരുമേനിയുടെ പ്രാർത്ഥനകൾ, ആശീർവാദം കേരള ഓക്സിലറി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് അനുഗ്രഹമാണ്. തിരുമേനിയുടെ ലഭിക്കുന്ന നേതൃത്വത്തെ നന്ദി പറയുകയും അഭിമന്യ തെയോഫിലോസ് പോലുള്ള തിരുമേനിയോട് ചേർന്ന് ബൈബിൾ സൊസൈറ്റിക്ക് നൽകുന്ന നേതൃത്വത്തിനായിട്ട് പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിന്റെ പേരിൽ നമ്മുടെ ഓരോരുത്തരുടെയും കൃത്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞങ്ങളുള്ള സഞ്ജീവ് അച്ഛനാണ് ഈ മെട്രോപൊളിറ്റൻ സെക്രട്ടറി. ഈ ദൈവാലയത്തിന്റെ ചാർജും ഒക്കെ അച്ഛനാണ് ഏറ്റുവഹിച്ച കാര്യങ്ങൾ. ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും അച്ഛനും ഒക്കെയാണ്. സിജോ പത്തപ്പള്ളി അച്ഛനും ജോൺസൺ അച്ഛനും ഒക്കെ നിർവഹിക്കുന്നു. അവരിൽ നിന്നൊക്കെ കേൾക്കാൻ നമുക്ക് സാധിച്ചു. അവരെല്ലാം പല പ്രോഗ്രാമുകളിലാണ്. ജോൺസൺ അച്ഛൻ ഇപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്തു കൺക്ലൂഡിംഗ് സെഷനിൽ വരാൻ പറ്റുന്നില്ല, ഒരു മീറ്റിംഗിലാണ്. സിജോ പത്തപ്പള്ളി അച്ഛൻ രാവിലെ പറ്റുന്ന യാത്രയിലാണ്. അതുകൊണ്ടൊക്കെയാണ് അവരുടെ എത്തിച്ചേരാത്തത്. എങ്കിലും അവരുടെ മീറ്റിംഗ്സ് പറയണമെന്ന് പറഞ്ഞു. ഇന്നലെ നമ്മൾ അവരിൽ കേട്ടല്ലോ. എല്ലാ ഡീറ്റെയിൽസിനും നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം അച്ഛൻ ആദ്യമായിട്ടാണ് ഈ ഫ്രണ്ടിൽ വന്ന് ഇരിക്കുന്നത് തന്നെ. ഇതിന്റെ പുറകിൽ ഓടുകയായിരുന്നു കഴിഞ്ഞ മാസങ്ങളായിട്ട്. ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയുള്ള നന്ദി. അച്ഛൻ നല്ലൊരു എല്ലാ ഡീറ്റെയിൽസിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നലെ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന, നമ്മളെ ആശീർവദിച്ച് കടന്നുപോയ എല്ലാ പിതാക്കന്മാരെയും നന്ദിയോട് ഓർക്കുന്നു. ഓക്സിലറി വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സ്നേഹമുള്ള VS ഫ്രാൻസിസ് തിരുമേനി ഇന്നലെ കടന്നു വന്ന ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ മറ്റ് അനേക ആളുകൾ സമയാസമയങ്ങളിൽ അവരെ നമ്മൾ അക്നോളജ് ചെയ്യുകയും നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സമയം മുൻപോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേര് വീണ്ടും എടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അലോക് ജലീൽ സാറിന് രാവിലെ തന്നെ യാത്ര ചെയ്ത് ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു മെസ്സേജ് അയച്ചു. സാറിനെ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ സ്നേഹമുള്ള ഡോക്ടർ സ്ഥാപിച്ചു തോമസ് സാർ രാവിലെ സെഷൻ എടുത്ത് ഓക്സിലറി ട്രഷറാണ്, ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. നമുക്ക് ഒരു പ്രാർത്ഥനയുടെ കവചം തീർത്തുകൊണ്ട് സാർ ഇതിന്റെ പിന്നിൽ വലിയൊരു ശക്തിയായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഷെവിയ ഡോക്ടർ കോശിയും ജോർജ് സാർ സെൻട്രൽ കൗൺസിൽ അംഗമാണ്. സാറിന്റെ നേതൃത്വത്തെ സ്തോത്രം ചെയ്യുന്നു. അഡ്വക്കേറ്റ് PV ചെറിയാൻ സാറ് പല പ്രാവശ്യം ഈ ക്യാമ്പസിൽ ഞങ്ങളോട് ഒരുമിച്ച് കടന്നു വന്ന് സംബന്ധിച്ചു. ഇന്ന് മോളി ആന്റിയും കൂട്ടിയാണ് സാറ് കടന്നു വന്ന് ഇന്നലെ പാതിരാത്രിക്ക് ഇവിടുന്ന് പോയി അതിരാവിലെ ഇവിടെ തിരിച്ചെത്തി. ഇതിന്റെ പിന്നിലൊക്കെ സാറിന്റെ ഒരു വലിയ സൂപ്പർവിഷൻ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു പിതാവിനെ പോലെയാണ് സാറിനെ കാണുകയും അറിയുകയും ചെയ്യുന്നത്. ആ ഒരു സ്നേഹമൊക്കെ എനിക്ക് തരാറുണ്ട്. സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. ഡോക്ടർ PC തോമസ് സാറ് ഓക്സിലറിയുടെ കമ്മിറ്റി അംഗമാണ്. മറ്റ് ഡോക്ടർ സന്തോഷ് സാർ വന്നിട്ടുണ്ടായിരുന്നു. സാറ് കടന്നുപോയി. എല്ലാ ഓക്സിലറി കമ്മിറ്റികളിലും കവിത സന്തോഷ് സെൻട്രൽ കൗൺസിൽ അംഗമാണ്. അവരുടെ നന്ദിയോടെ ഓർക്കുന്നു. സ്നേഹമുള്ള മറ്റ് റീജിയണൽ കോർഡിനേറ്റേഴ്സ് എല്ലാവരെയും പേര് പറയാനുള്ള സമയമില്ല. എല്ലാ റീജിയണൽ കോർഡിനേറ്റേഴ്സിനെയും അതുപോലെ എല്ലാ ബ്രാഞ്ച് ഭാരവാഹികളെയും എല്ലാ മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെ കടന്നു വന്ന വൈദികർ
ഇന്നലെ അനേക വൈദികർ ഇവിടെ ഉണ്ടായിരുന്നു, അനേക പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. നാളെ കർത്തൃ ദിവസമാണ്, അവർക്ക് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ ചില ആൾക്കാർ വൈകുന്നേരം പോയി, രാവിലെ ചില ആളുകൾ പോയി, ചില ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. നിങ്ങളുടെയൊക്കെ സമയം, ആ വിലപ്പെട്ട സമയം വേദപുസ്തക സമൂഹത്തിന് വേണ്ടി, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി വേർതിരിക്കുന്നത് ആണ് ഈ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രചോദനം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ബിലീവേഴ്സ് ചർച്ചിലെ ഓരോ ആളുകളെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ സ്നേഹമുള്ള ബോബി അച്ഛന് ഞാൻ ആദ്യം നന്ദി പറഞ്ഞായിരുന്നുവെങ്കിലും ഒരിക്കൽ കൂടി അച്ഛന്റെ പാട്ടും അച്ഛന്റെ ജീവങ്ങളുടെ ഒരു പാട്ട് അതുകൊണ്ടാണ് സാർ എനിക്കത് എഴുതി തന്നത്. ഒരിക്കൽ കൂടി ഞാൻ ബോബി മാത്യു അച്ഛനെയും അച്ഛന്റെ കൂടെയുള്ള 6 ജീവങ്ങളെയും പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുന്നതിന് ഒത്തിരി പ്രാക്ടീസ് ഉണ്ട്. അവർക്ക് നമുക്ക് നല്ലൊരു കൈയടി അവർക്ക് കൊടുക്കാം. ചന്ദ്രദാസ് സാർ എഴുതി ഒരു പാട്ട് പാടി, അത് നമ്മൾ ഇന്നലെ പഠിപ്പിച്ചു. സാറിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ബാക്കി എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകിയ ഓരോ ആളുകളെയും, ഓക്സിലറിയുടെ കമ്മിറ്റി അംഗങ്ങൾ, സബ് കമ്മിറ്റി അംഗങ്ങൾ, ഓക്സിലറിലെ സ്റ്റാഫ് അംഗങ്ങൾ 13 പേരും ഇവിടെ ക്യാമ്പസിൽ ഇന്നലെയൊക്കെയുണ്ട്. അവരെല്ലാവരും ഓർക്കുന്നു. അവരാരും ഈ ഫംഫ്രണ്ടിലില്ല, പിൻപിലായിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ തിരശ്ശീലയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അധ്വാനിച്ച ഓരോരുത്തരെയും ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, നമുക്ക് രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിങ്ങൾ മടങ്ങി പോകുമ്പോൾ ബൈബിൾ സൊസൈറ്റിയുടെ കലണ്ടർ ഓരോ ദിവസവും ഓരോ വാക്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. ഒരു ദിവസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വാക്യം മനഃപ്പാഠമാക്കി പള്ളിക്കൂട സ്കൂളിലേക്ക് പോകാനായുള്ള ഒരു ആഹ്വാനമാണ് നമ്മൾ അതിലൂടെ നൽകുന്നത്. ഓരോ ദിവസവും ഒരു വാക്യം അതിൽ എഴുതിയിട്ടുണ്ട്. അത് പഠിക്കാനായിട്ടൊരു ശ്രമം നടത്തുക. കാരണം ഒരു കാലത്ത് ഈ ബൈബിൾ ഇല്ലാത്ത ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോഴും നെഞ്ചിൽ വചനമേറ്റിയ അത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാക്കി തീർക്കും. അതുപോലെ തന്നെ ഓരോ മാസത്തെയും കലണ്ടറിൽ ഒരു ഫോട്ടോ വാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തിയോഡോഷ്യസ് തിരുമേനിയുടെ ഒരു വലിയ ദർശനമാണ് ബൈബിൾ വായന, ബൈബിൾ എഴുതി തീർക്കുക, ബൈബിൾ ശ്രമിച്ചു തീർക്കുക, പഠനകാലരിയൊക്കെ. അത് നമ്മുടെ ഈ 70 വർഷത്തിലെ 7th പ്രോജക്റ്റ് ആണ്. അത് ഓൾറെഡി ഓൺ ആണ്, മിഷൻ ഓൺ ആണ്. ചെറിയ സാറിന്റെ നേതൃത്വത്തില് തീർച്ചയായിട്ടും അത് നമുക്ക് പിന്തുടരാം. ഇന്നത്തെ നമ്മുടെ മെസ്സേജസ് ഒക്കെ അതിലേക്ക് നമ്മളെ നയിക്കുന്നതായിരുന്നു. അതുകൊണ്ട് വചനം നെഞ്ചിലേറ്റാം. അതുകൊണ്ട് കുഞ്ഞുങ്ങളിലാണ് തുടങ്ങേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. മേരി ജോൺസ് കാർഡ് നമുക്ക് രജിസ്ട്രേഷൻ കൗണ്ടറിലുണ്ട്. നിങ്ങൾ ഓരോ ബ്രാഞ്ചിലും മേരി ജോൺസ് കാർഡ് മേടിച്ചോണ്ട് പോയിട്ട് അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കരുത്. അത് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഓരോ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവര് അതിൽ നിന്ന് ഒരു കോളമി 20 രൂപയെ കട്ട് ചെയ്തുകൊണ്ടെങ്കിലും മേരി ജോൺസ് എന്നുള്ള പേര് അവർക്ക് കിട്ടും. അല്ലെങ്കിൽ ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് ആ വീഡിയോ അവർ കാണും. എപ്പോഴെങ്കിലും ആ സ്റ്റോറി അവർക്ക് വായിച്ചു നോക്കും. അങ്ങനെ ബൈബിൾ സൊസൈറ്റി അവരുടെ ഹൃദയത്തിൽ സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ അവർ വളർന്നു വരുമ്പോൾ അവര് ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്ന് വരാനിടയാണ്. അതാണ് മേരി ജോൺസ് കാർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓരോ സഭകളിലും അത് കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന അച്ഛന്മാരും പാസ്റ്റേഴ്സും ഉണ്ട്. നമ്മൾ ഈ വന്നിരിക്കുന്നവരെങ്കിലും ആ കാർഡുമായിട്ട് മേടിച്ചുകൊണ്ട് കൊടുത്ത സൺഡേ സ്കൂൾ കുട്ടികൾക്ക് കൊടുത്താൽ അത്രയും ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അതുകൊണ്ട് മേരി ജോൺസ് കാർഡ് വിഭവസമാഹരണത്തിന് ശ്രദ്ധിക്കണമേ. അത് ഓരോ ബ്രാഞ്ചും വാങ്ങിക്കൊണ്ട് പോകണമേ. കലണ്ടർ ഓരോ ബ്രാഞ്ചിനും ആവശ്യമുള്ള കലണ്ടർ അവൈലബിൾ ആണ്. അത് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകണം. അതുപോലെ അടുത്ത വർഷത്തെ റെസിപ്റ്റ് ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓരോ ബ്രാഞ്ചിനും ആവശ്യമുള്ളത് കാറിലൊക്കെ വന്നിട്ടുള്ള ആളുകൾ അത് എടുത്തോണ്ട് പോയാൽ മതി. അല്ലാതെ ആളുകൾക്ക് നമ്മുടെ ഓഫീസേഴ്സ് ജോർജ് എത്തിച്ച് നൽകുന്നതാണ്. ആ സാഹചര്യം കൊണ്ടുപോകാൻ സാഹചര്യമുള്ളവർ ഇതൊക്കെ കൊണ്ടുപോയ സന്തോഷമാണ്. ഡയറി അവൈലബിൾ ആയ ഡയറീസ് നമുക്ക് ഫ്യൂ കോപ്പീസ് ആണ്. അതും നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. നമ്മുടെ ഡയറിയിൽ ഓർമ്മിച്ചതുപോലെ നമ്മുടെ എല്ലാ ബ്രാഞ്ചസിന്റെയും അതെല്ലാവരും ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മുടെ ഓരോ ബ്രാഞ്ചിന്റെ ലീഡേഴ്സിന്റെ പേരും ഫോൺ നമ്പരും അതിൽ കൊടുത്തിട്ടുണ്ട്. റീജിയന്റെ കോർഡിനേറ്റേഴ്സിന്റെ പേരും ഫോൺ നമ്പേഴ്സും അത് കൊടുത്തിട്ടുണ്ട്. ഓക്സിലറി ഓഫീസേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. മേരി ജോൺസിന്റെ സ്റ്റോറി ഉണ്ട്. അങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡയറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഓൺ ചെയ്യാനായിട്ട് പറ്റും. അതിലൊത്തിരി ഇൻഫർമേഷൻ ഉണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കി അതിലൂടെ പോകണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. ഞാൻ ഏതെങ്കിലും കാര്യം ആർക്കെങ്കിലും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണമേ. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷണം നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ഇപ്പോൾ സ്നേഹമുള്ള കുര്യൻ തിരുമേനി പാടാൻ പറ്റാതെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് പറഞ്ഞെങ്കിലും ഞങ്ങൾ തിരുമേനി അങ്ങനെ വരികയില്ല. നേരത്തെ തന്നെ തിരുമേനി വരുന്നതെന്ന് അറിഞ്ഞ് വിചാരമേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തിരുമേനി ഒരു ഡെഡിക്കേഷൻ സോങ് തിരുമേനി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് തിരുമേനി ഗിറ്റാർ വായിച്ച് നമുക്ക് ഒരുമിച്ച് തിരുമേനി ചേർന്ന് പാടാം. അതിനുശേഷം ആ തിരുമേനി പ്രാർത്ഥിച്ച് തിരുമേനിയുടെ ആശീർവാദത്തോടു കൂടി നമുക്ക് പാട്ടിൽ കുടുങ്ങി എന്ന് പറഞ്ഞത് മനസ്സിലായി. വളരെ
ഗംഭീരമായ ശബ്ദമാണ് പ്രിയപ്പെട്ട ഇപ്പോൾ ഞാൻ ആസ്വദിക്കാറ്. വളരെ ഫാസ്റ്റായിട്ട് എൻ്റെ തോട്ട്സ് വരുന്നു. നല്ല വാക്കുകളിലൂടെ നമ്മളെ പ്രോത്സാഹന ബദ്ധരായിട്ടാണ് എപ്പോഴും അച്ഛൻ നമ്മളെ ഓരോ വേദികളിലും വളരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരുപാട് സാന്നിധ്യമുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒത്തിരി സമയം എടുക്കണമെന്നില്ല. സമയം അതിക്രമിച്ചു. നിങ്ങളുടെ സമയം ഒത്തിരി പോയിട്ടുണ്ട്. ഞാൻ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പാടിന്റെ അവസാനത്തെ സ്റ്റാൻസ് നമ്മുടെ വചനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നമുക്ക് പാടാം. ഞാൻ ആദ്യം ഒന്ന് പാടാൻ ശേഷം ഗിറ്റാർ പ്ലേ ചെയ്ത് അവസാനിക്കും. പോയിടും ഞാൻ രക്ഷകനാ ഈ ലോകെ ദിവ്യവചനവുമാ ദീപങ്ങളായി പ്രകാശിച്ചിടാം ധീരരായി നിന്നിടാം സാക്ഷികളായി. പോയിടും ഞാൻ രക്ഷകനാ ഈ ലോകെ ദിവ്യവചനവുമാ ദീപങ്ങളായി പ്രകാശിച്ചിടാം ധീരരായി നിന്നിടാം സാക്ഷികളായി. രൂപാന്തരത്തിൻ ശക്തിയെ ആയിരിക്കാം രൂപാന്തരത്തിൻ ശക്തിയെ ആയിരിക്കാം ആത്മാവാൽ നിറയ്ക്കാം യേശുവിൻ ജീവനിൽ നിറയ്ക്കാം രൂപകാന്തി ആത്മാവാൽ നിറയ്ക്കാം യേശുവിൻ ജീവനിൽ നിറയ്ക്കാം പരിശുദ്ധാത്മാവേ വന്നു അധിവസിക്കാം എന്നെ പുതുക്കിടുക. പരിശുദ്ധാത്മാവേ വന്നു അധിവസിക്കാം എന്നെ പുതുക്കിടുക. പരിശുദ്ധാത്മാവേ വന്നു അധിവസിക്കാം എന്നെ പുതുക്കിടുക. നിന്നും നൽകി സ്നേഹം നൽകി വഴി നടത്താൻ നിൻ ഭാവം പരിപാലിക്കണം. നൽകി സ്നേഹം നൽകി വഴി നടത്താൻ നിൻ ഭാവം പരിപാലിക്കാൻ. ശക്തിയെ യേശുവിൻ ജീവനിൽ യേശുവിൻ ജീവനിൽ ദീപങ്ങളായി പ്രകാശിച്ചിടാം ധീരരായി നിന്നിടാം സാക്ഷികളായി. ദീപങ്ങളായി പ്രകാശിച്ചിടാം ധീരരായി നിന്നിടാം സാക്ഷികളായി. ഈ
ദീർഘവർഷങ്ങളായ നൂറ്റാണ്ടുകളിലൂടെ ഈ ലോകത്ത് വിവരിച്ചതിന് ആവശ്യം വചനമാണെങ്കിലും നമുക്കറിയാവുന്ന ഭാഷകൾ നിന്നെ ഗ്രഹിക്കാൻ, നിന്നെ കേൾക്കുവാൻ, നിന്നെ വായിക്കാം, നിന്നെ ധ്യാനിക്കാൻ, ജീവിക്കാൻ സഹായിക്കുന്നു. ശുശ്രൂഷകളിലേക്ക് അവരെ അനുഗ്രഹിച്ച് സാന്നിധ്യവും പ്രാർത്ഥനകളും ഉപദേശങ്ങളൊക്കെ വർഷങ്ങളായ നല്ല ശുശ്രൂഷ, നല്ല നേതൃത്വം ഈ ദേശത്തെ കേരളത്തിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നൽകുവാൻ ഇനിയും ധാരാളമായി യാത്ര ചെയ്യേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്, സ്വർഗീയ സമർപ്പിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരോടുകൂടെ, നമ്മുടെ മടക്കയാത്രയോടുകൂടെ, നിയോഗിത ശുശ്രൂഷകളോടുകൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. താങ്ക് യു.